പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യവും ദൈവം നടത്തിയതായ അനുഭവങ്ങളും നമുക്ക് ഓരോ ദിവസവും ഓരോ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരിലൂടെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് കർത്താവിൽ പ്രസിദ്ധനും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഏറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി കടമ്പനാട് അവറുകളാണ് ഇന്ന് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ IPC പ്രസ്ഥാനത്തില് കേരള സ്റ്റേറ്റ് ജനറൽ കൗൺസിലായും പ്രവർത്തിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയും അതുപോലെ പല നിലകളില് ദൈവസഭയുടെയും സെൻട്രൽ ശുശ്രൂഷകനായും ഒക്കെ കൺവെൻഷൻ വേദികളിലും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശക്തനായ ഒരു ദൈവമനുഷ്യനാണ് കർത്താവിന്റെ ദാസ പാസ്റ്റർ ബേബി കടമ്പനാട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കർത്താവിന്റെ ദാസനെ ദൈവം നടത്തിയതായ വിളിച്ചതായ വഴികള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ളതായ ഒത്തിരി നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. തീർച്ചയായിട്ടും ഓരോ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹവും പ്രചോദനവുമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസനെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി കടമ്പനാട് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തണം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാന് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് കടമ്പനാടെന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ദൈവം ചെയ്ത നടത്തിയ അനുഭവങ്ങള് സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവിന്റെ ദാസൻ സംസാരിക്കുമ്പോൾ അത് ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകട്ടെ, ദൈവദാസനെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് പറയാമോ? മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തിലെ നല്ല ഓർമ്മകളും വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചുള്ള ചില നല്ല ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് ഇപ്പോൾ പിതാവുണ്ട്. 1.5 വർഷത്തിന് മുമ്പേ എൻ്റെ മാതാവ് 93-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇപ്പോൾ എൻ്റെ ഫാദറിന് 99 വയസ്സും നല്ല ആരോഗ്യവുമായിരിക്കുന്നു. ഞങ്ങളിവിടെ കടമ്പനാടെന്ന് പറയുന്ന പ്രസിദ്ധമായ, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് കടമ്പനാട് എന്ന് പറയുന്നത്. മറ്റ് ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് 7 സഹോദരിമാരും ഞാനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. കഴിഞ്ഞ 51 വർഷമായി കർത്താവിന്റെ വേലയിൽ ഞാൻ വിവിധ നിലകളിൽ ആയിരിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ ഒരു മെമ്പറായും ശുശ്രൂഷകനായും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തുടരുവാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നു. ഇത്രയും വർഷങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യാൻ ഇടയായതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ആമേൻ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായിട്ട് സംസാരിക്കാം. ഞാന് 2 ഭാഗമായിട്ടാണ് പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, ഞാൻ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്ന നിലപാടുകൾ. എൻ്റെ ബാല്യകാലം ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ ഇവിടാണ് ജനിച്ചു വളർന്നത്.
ഇവിടെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം റാന്നി, കോട്ടയത്ത് എന്നിവിടങ്ങളിലുള്ള ബൈബിൾ കോളേജുകളിലും ബനാറസിലും പഠിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതിനുശേഷം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കാൻ ദൈവം അവസരം നൽകി. 76 മുതൽ ഉത്തർപ്രദേശത്തിൽ അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ നിരന്തരമായി അടുപ്പിച്ചടുപ്പിച്ച് 7 പ്രാവശ്യം മലേറിയ വരികയും വളരെ സീരിയസ് ആയി തീരുകയും ചെയ്തതിനാൽ ഒരു 3 വർഷത്തിന് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വരേണ്ടി വന്നു. എങ്കിലും ഇപ്പോഴും കൂടെ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യുന്നതിനും സഹകരിക്കുന്നതിനും ദൈവം എനിക്ക് അവസരം ഒരുക്കി. ഈ കഴിഞ്ഞ 3 ആഴ്ച മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര എന്നീ സ്ഥലങ്ങളിലായിരുന്നു. മെനഞ്ഞാന്ന് വൈകിട്ടാണ് ഞാൻ തിരിച്ച് എത്തിയത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിവിടെ ഒരു മാർത്തോമ കുടുംബത്തിൽ പെട്ട ആളുകളായിരുന്നു. അങ്ങനെ മാർത്തോമ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളിങ്ങനെ കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾ ദൈവഭാഗത്ത് വരുന്നതിന് ഒരു 10 വർഷം മുൻപ് എൻ്റെ വീടിന്റെ അടുത്തുള്ള അന്നത്തെ CPM ഫാമിലി, ഇന്നത്തെ TPM, അവരെ എൻ്റെ മദറിനെ വിളിച്ച് കൊട്ടാരക്കരയിൽ അവരുടെ മീറ്റിങ്ങുകൾക്ക് കൊണ്ടുപോവുകയും എൻ്റെ മദർ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുകയും ദൈവവൈദ്യരായി തീരുകയും ചെയ്തു. എങ്കിലും ഞങ്ങൾ മർത്തവുമായി തുടരാനാണ് സാധ്യതയുണ്ടായിരുന്നത്. ഇവിടെ എങ്ങും അങ്ങനെ പെന്തിക്കോസ് പ്രവർത്തനം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചും അറിവില്ലായി. ബൈ ചാൻസിൽ എൻ്റെ മദറിന്റെ കഴുത്തിൽ കിടന്ന മിന്നുമാല ബൈ ചാൻസിൽ പൊട്ടിപ്പോയി. പിന്നെ മരിക്കുന്നത് വരെ അത് ഉപയോഗിക്കാൻ ഇടയായില്ല. പെന്തിക്കോസിൽ വരുന്നതിന് മുൻപും പിന്നെ അത് ആഭരണമില്ലാതെ ഏതാണ്ട് ഒരു 10 വർഷത്തോളം എൻ്റെ മദർ ജീവിച്ചു. എൻ്റെ സഹോദരിമാർക്കും ആഭരണമില്ലായിരുന്നു. ആഭരണം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അങ്ങനെ ഇല്ലായിരുന്നത് കൊണ്ട് എൻ്റെ 7 സഹോദരിമാർക്കും അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കും അളവിൽ ഞാൻ 15 വയസ്സ് മുതൽ വളരെ മോശമായി ജീവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അങ്ങനെ എനിക്ക് ആ പ്രായത്തേക്കാൾ കവിയുന്ന എല്ലാ മോശമായ പ്രവൃത്തികളും ചെയ്യുവാനുള്ള അവസരങ്ങളാണ് മുൻപിൽ ഉണ്ടായിരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ഫാമിലിയിലെ മൂത്ത മകൻ, എയർഫോഴ്സ് റിട്ടയർഡായി വന്ന ഒരച്ചായൻ എന്നെ നല്ല നിലയിൽ ജീവിക്കുവാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പെന്തിക്കോസ് പ്രവർത്തനം തുടങ്ങി. അദ്ദേഹം എന്നെ ആ പ്രവർത്തനത്തിലേക്ക് ചെല്ലാനും സഹകരിപ്പാനും വിളിച്ചെങ്കിലും ഒട്ടും മനസ്സില്ലാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ സ്കിഡ് ചെയ്തു പോയി. എന്നാൽ എങ്ങോട്ട് പോയാലും എപ്പോൾ കണ്ടാലും ഏത് സമയത്തും എന്നെ അങ്ങ് ഒരുപാട് ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് നല്ല നിലയിൽ ജീവിക്കണം എന്ന് പറയുകയും അന്ന് ആ ദിവസങ്ങളിലാണ് അവിടെ ആരാധന തുടങ്ങിയത്. അതിൽ വരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിലായിരുന്നു. എന്നാൽ നിർബന്ധം കൂടിയപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ഇയാള് എന്നെ വിളിക്കുകയാണല്ലോ, ഒന്ന് പോയേക്കാം, ഏറ്റവും പിറകിലിരിക്കാം, പിന്നെ എഴുന്നേറ്റിട്ട് പോരാം, പിന്നെ ഒരിക്കലും പോകരുണ്ട എന്ന് വിചാരിച്ച് ഞാന് അന്ന് ഒരു സൺഡേയിൽ ഇവരുടെ ആരാധന തുടങ്ങിയ ആ കാലഘട്ടത്തിൽ അവിടെ പോകുവാൻ തീരുമാനം. അതിനു മുൻപ് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുറെ സൺഡേ സ്കൂൾ പഠിച്ചു. പിന്നെ മർത്തവുമായി സൺഡേ സ്കൂൾ അധ്യാപകരുമായി വഴക്കുണ്ടായി. സൺഡേ സ്കൂളിലോ പള്ളിയിലോ ഒന്നും പോകാതെയായി. ഞങ്ങളുടെ അടുത്ത് ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒഴിച്ചുള്ള എല്ലാവരും ആ പ്രവർത്തനത്തോട് സഹകരിക്കുകയും എൻ്റെ വീട്ടിൽ വെച്ച് അത് ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ദേഷ്യത്തിൽ ഞാൻ പിന്നെ 1-2 പ്രാവശ്യം പള്ളിയിൽ മനസ്സോടെ പള്ളി പോവാന്നും പറഞ്ഞ് പോയി. എന്നാൽ പെട്ടെന്ന് ഞാന് അത് അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഈ പ്രിയ സഹോദരന്റെ അച്ചായന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ആരാധനയ്ക്ക് ഞാൻ പോയി. ഏറ്റവും
പിറകിൽ ചെന്നിരുന്നു. പിന്നെ വന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ തല കുനിച്ച് അവിടെ ഇരുന്നത്, അവിടെ നടക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലായുമില്ല, അറിയാനുള്ള താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ എന്നെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ഞങ്ങളുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പേരിശ്ശേരി മത്തായിച്ചന്റെ മകൻ മാത്യു സാറ് അവിടെ ഇരിക്കുന്നത് കണ്ടു. എന്റെ തല താനേ കുനിഞ്ഞുപോയി. അദ്ദേഹത്തെ ഒന്ന് നോക്കാൻ ബുദ്ധിമുട്ടായി. കാരണം ഞാനും അദ്ദേഹം എന്റെ വീടിനടുത്തുള്ള ഒരാളാണെങ്കിലും സ്കൂളിൽ അദ്ദേഹവും ഞാനും കൂടെ എപ്പോഴും ഓഫീസിൽ കാണും. എന്നെ ക്ലാസ്സിൽ നിന്ന് ആ പിയൂണിനെ വിളിപ്പിച്ച് എന്നെ ഓഫീസിൽ കൊണ്ടു നിർത്തും, മിക്കവാറും വൈകുന്നേരം വരെ. അതാകുമ്പോൾ സാറിനും സ്വസ്ഥത, ക്ലാസ്സിനും സ്വസ്ഥത, എനിക്കും സ്വസ്ഥത. അതുകൊണ്ട് അങ്ങനെ സാറുമായിട്ട് നല്ല ബന്ധം. സാറിനെ ഇരട്ട പേര് വിളിക്കുകയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ടാണ് സാറിന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. എന്നാൽ അദ്ദേഹം അന്ന് പ്രസംഗിച്ചു, അതൊന്നും ഞാൻ കേട്ടില്ല. അദ്ദേഹത്തോട് കൂടെ ഡോക്ടർ ഹാബേൽ ജി വർഗീസ് എന്നറിയപ്പെടുന്ന ദൈവദാസനും ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചുമില്ല, കേട്ടുമില്ല, അതിന് താല്പര്യവുമില്ല. എന്തുകൊണ്ടോ യോഗത്തിന്റെ അവസാനം അന്ന് ഓഫറിങ് എടുത്തു. അന്നേരം ഒരു പാട്ട് പാടി. സാധാരണ യോഗത്തിന്റെ മധ്യഭാഗത്താണല്ലോ ഓഫറിങ് എടുക്കുന്നത്. അന്നെന്താ അങ്ങനെ എടുത്തതെന്ന് പറയാൻ എനിക്കറിയില്ല. അന്ന് അവര് ഓഫറിങ്ങിന് പാട്ട് പാടിയത് യാത്ര ചെയ്യും ഞാൻ ക്രൂശൻ നോക്കി, ജീവൻ വെച്ചിടും എൻ രക്ഷകനായി എന്നുള്ള അന്നമ്മ മാമന്റെ ആ പാട്ടാ അവിടെ പാടിയത്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ആ പാട്ട് ചിലപ്പോഴൊക്കെ പാടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ പാട്ട് പാടിയപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്ന വിരലിൽ എണ്ണാവുന്ന മാത്രമുള്ള ആളുകൾ ആത്മനിറവിൽ കർത്താവിനെ ആരാധിച്ചു. പുതിയതായിട്ട് വന്നവരാണ്. ഒരു കുടുംബം മാത്രം മറ്റൊരു സഭയിൽ നിന്ന് അവർക്ക് വീടിനടുത്തായതുകൊണ്ട് ഞങ്ങളുടെ സഭയിലോട്ട് വന്നു. ബാക്കിയുള്ള 1-2 കുടുംബങ്ങൾ പുതിയതായി വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവര് ആത്മനിറവിൽ ശക്തമായി, തമ്പേറോ മറ്റു വാദ്യോപകരണങ്ങളോ ഒന്നും അന്ന് ആ സഭയിലില്ല. ഒരു കൊച്ച് ഓല ഷെഡാണുള്ളത്. അവർ ആത്മനിറവിൽ കുറെ നേരം എല്ലാവരും മുട്ടുമേൽ ഇരുന്നാണ് ആ കാലഘട്ടത്തിൽ ആരാധിക്കുന്നത്. കസേരയോ അല്ലാതെയോ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ ആ മുട്ടിന്മേൽ ഇരുന്ന് ഭയങ്കര ശക്തമായും ശബ്ദമായും ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയിരുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ, അവൻ 1 മാസത്തിന് മുൻപ് ഈ ചർച്ചിൽ കയറി. അവന്റെ അടുത്താ പോയിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം ഒന്ന് മാറിപ്പോയി. ഞാൻ വിചാരിച്ചത് എന്തു പറ്റി, ആളവിടെ പോയി. എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞപ്പോൾ എന്റെ പിറകിൽ ആളുകളൊക്കെ വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പോകാൻ ഒരു മടി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അത് തന്നെ. പക്ഷെ അവന്റെ മുഖഭാവവും ശരീരവും സൂര്യ തേജസ്സിനേക്കാൾ വെല്ലുന്ന ഒരു പ്രഭവ കൊണ്ട് ആളിനെ അറിയാൻ വയ്യാത്ത നിലയിലായി. ഞാൻ സൂക്ഷിച്ച് അവന്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരുന്നപ്പോൾ അവന്റെ മുഖത്ത് നിന്ന് ഈ സൂര്യകിരണങ്ങൾ വന്നു പതിക്കുന്നത് പോലെ എന്റെ മുഖത്ത് വന്നു പതിച്ചു. എന്തോ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ മാറി. ആ സമയത്ത് മറ്റുള്ള എല്ലാവരും ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ദൈവം വളരെ വ്യക്തമായി എന്നോട് സംസാരിച്ചു. കുഞ്ഞെ, നിനക്കും ഉള്ള അവസരം ഇതാണ് എന്നോട് വളരെ വ്യക്തമായി ആ ശബ്ദമുഖരിതമായ ശബ്ദത്തിന്റെ നടുവിൽ എന്റെ ചെവിയിൽ കർത്താവ് മന്ത്രിച്ചു. ആ യോഗം അങ്ങനെ അങ്ങ് അവസാനിച്ചു. എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അന്ന് വൈകിട്ട് ഒരു 7-7:30 ആയപ്പോൾ ആ ഹോളിൽ ഞാനും മുമ്പേ പറഞ്ഞ എന്റെ ആ സ്നേഹിതനും കൂടെ അവിടെ വന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എന്നെ ഈ ദൈവകൃപയിൽ വരാൻ ഫോഴ്സ് ചെയ്ത ആ അച്ചായനും വേറൊരാളും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വന്നു. അപ്പൊ ഞങ്ങൾ 4 പേരായി. ഞങ്ങൾ 2 പേര് പ്രാർത്ഥിക്കാനൊന്നും പോയതില്ല, കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പോയി. അവിടെ പൂട്ടും വാതിലും ഒന്നുമില്ലാത്തൊരു ഓലഷണ്ട. മറ്റവര് പ്രാർത്ഥിക്കാൻ വന്നു.
എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 3 പ്രാവശ്യം എന്റെ മുഖത്താരോ ലൈറ്റ് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോഴും ഞാൻ കണ്ണ് തുറന്നു നോക്കി, ആരെയും കണ്ടില്ല. കണ്ണിനോട് വളരെ അടുത്ത് ടോർച്ച് ലൈറ്റ് അടിച്ചാലുള്ള അനുഭവം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നി. വേറെ ആരും ഇതൊന്നും കാണുന്നില്ല, ലൈറ്റുമില്ല, വെട്ടവുമില്ല, ഒന്നുമില്ല. ഇരുട്ടത്തിരുന്ന പ്രാർത്ഥിക്കുന്നത്. പക്ഷേ 3-ാം പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടു. ഞാന് മറ്റൊരു ആളായിട്ട് തീർന്നു. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാൻ തുടങ്ങി. വാ വിട്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കർത്താവിനോട് ദൈവത്തിന്റെ സന്ദർശനമാണെന്ന് എങ്ങനെയോ എനിക്ക് മനസ്സിലായി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊരു ചെറിയ ഉയരത്തിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് താഴെയുള്ള ആളുകൾ രാത്രി 8 മണിയോടടുപ്പിച്ച് ഈ കരച്ചിലും നിലവിളിയും കേട്ടുകൊണ്ട് ഒത്തിരി ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഞങ്ങളാണെന്നവർക്ക് മനസ്സിലായി. അവരവിടെ നിന്നു. ഞാൻ എൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു, കണ്ണുനീരോടെ കരഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു 1.5-2 മണിക്കൂറോളമായി എനിക്ക് ഞാൻ അങ്ങ് ഫ്രീ ആയതുപോലെ തോന്നി. ഞാൻ ഭാരം കുറഞ്ഞതായി തോന്നി. എന്റെ ശരീരത്തിൽ തന്നെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ സൺഡേ വന്നു. അപ്പൊ എനിക്ക് അദ്ദേഹം വിളിക്കാതെ തന്നെ, ഇതിനിടയ്ക്ക് ഈ ആഴ്ചയുടെ ഇടദിവസങ്ങളിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും തൊട്ടടുത്ത വീട്ടിലെയാണ്, എപ്പോഴും കണ്ടു, എന്നോട് സംസാരിച്ചു. എന്നാൽ അടുത്ത ഞായറാഴ്ച ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചു. സമയം അറിയാത്തത് കൊണ്ട് അവിടെ പാട്ട് പാടി തുടങ്ങിയ ഞാൻ ചെന്നത്. വീടിന്റെ അടുത്ത് തന്നെയാണ് അത്. അതുകൊണ്ട് പാട്ടൊക്കെ പാടി തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാന് ആ ചെറിയ കയറ്റം, വളരെ ചെറിയ കയറ്റം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കണ്ടു ഞങ്ങളുടെ ആരാധനാ ഹോളിന്റെ ആ ഷെഡിന്റെ മുകൾ ഭാഗം ഫ്രണ്ടിൽ തീ കത്തുന്നു. അവരാരും അറിഞ്ഞില്ല, അവർ പാടിക്കൊണ്ടിരിക്കുക. ഇത് പറയാം എന്ന് വിചാരിച്ച് ഞാൻ സ്പീഡിൽ നടന്ന് ആ ഷെഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, പുറത്തുള്ള ആ സ്റ്റെപ്പ് ചാണകം മെഴുകിയ തറയിൽ കയറി നിന്നപ്പോൾ ഞാൻ കണ്ടു മോളിൽ കത്തിയ ആ തീയെ ഒരു ഭൂഗോളത്തിന്റെ പരുവത്തിൽ താഴോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പാസ്റ്റർ ഇരിക്കുന്നതിന്റെ ആ മേശയുടെ തൊട്ട് ഫ്രണ്ടിൽ വീണു, പൊട്ടിച്ചിതറി. അത് ഈ വെൽഡിംഗ് ഷാപ്പിൽ നിന്ന് തീപ്പൊരി പറക്കുന്നത് പോലെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും പതിച്ചു. ഹോളിന്റെ പുറത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന എന്റെ മേലും അതിലെ ഒരംശം വന്നു വീണിട്ട് ശക്തമായി എന്നെ എടുത്ത് അകത്തോട്ട് എറിഞ്ഞ് ഞാനും പായിൽ പോയി വീഴുകയോ ഇരിക്കുകയോ ചെയ്തു. ഞാനും ആത്മനിറവിൽ കർത്താവിനെ ആരാധിച്ചു. അന്നത്തെ ആരാധന മുഴുവൻ ഈ സൂര്യപ്രഭയിൽ വെൽഡിംഗ് ഷാപ്പിൽ നിന്ന് തീപ്പൊരി പുറക്കുന്നത് പോലെ ഇങ്ങനെ കൂടെ കൂടെ സംഭവിച്ചു കൊണ്ടിരുന്നു. സാക്ഷ്യമോ പ്രസംഗമോ മറ്റു പാട്ടുകളോ ഒന്നുമില്ലാതെ ആരാധന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി. ഒറ്റയാള് പോലും അവിടെ ആത്മനിറവില്ലാതെയോ അന്യഭാഷ പറയാതെയോ കർത്താവിനെ സ്തുതിക്കാതെയോ ഇരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സഭ ആരാധന കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ആരും പറയാതെ ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം, കഷ്ടിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൺവെൻഷൻ കൊട്ടാരക്കരയാണ് നടക്കുന്നത്. അപ്പൊ മുമ്പേ ഞാൻ പോയ മീറ്റിങ്ങിനിരുന്ന എൻ്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നമുക്ക് കൺവെൻഷൻ ഒന്ന് പോണം. എന്ന് തുടങ്ങുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ അറിയത്തില്ല, ഏത് സമയത്താണ് തുടങ്ങുന്നതെന്നും അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിളിൽ അവിടേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരക്കര ടൗണിൽ ചെന്നപ്പോൾ അതിഭയങ്കരമായ മഴ പെയ്തു. ഞങ്ങൾ അവിടെ ഒരു കടത്തെണ്ണയിൽ കയറി നിന്നു. അല്പം ശമിച്ചപ്പോൾ കൊട്ടാരക്കര ട്രിവാൻഡ്രം റൂട്ടിലെ ആദ്യത്തെ മർത്തോമാ സഭയുടെ അരമനയോട് ചേർന്നുള്ള IPC ബേർസേബ ഗ്രൗണ്ടിൽ
അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ വലിയ ഗ്രൗണ്ടിൽ ഒരു മണല് പോലും നിലത്ത് വീഴാതിരിക്കത്തക്കമുള്ള ആളുകൾ പാക്ക് ചെയ്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ റോഡിൽ നിന്ന് അകത്തോട്ട് കയറാൻ പറ്റി. അവിടെ നിന്നപ്പോൾ ആരോ ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നു. ആളുകൾ ആത്മനിറവിൽ ഇങ്ങനെ ഈ ഈയര് പറക്കുന്നത് പോലെ മനുഷ്യരെല്ലാവരും ഇരിക്കുന്നു. ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. ഇതെന്താ നടക്കുന്നത്? ആരാ ഈ പ്രസംഗിക്കുന്നത്? എന്തുവാ ഇവിടെ നടക്കുന്നു? ഇത്രയും ആളുകൾ ഈ പെന്തിക്കോസിൽ ഉണ്ടോ എന്നൊക്കെ എനിക്കങ്ങ് തോന്നിപ്പോയി. ഞാൻ ആ റോഡിൽ നിന്ന് സസൂക്ഷ്മം അത് വീക്ഷിച്ചു. ഒരാളിനോട് ചോദിച്ചു, ആരാ ഈ പ്രസംഗിക്കുന്നത്? ഇയാൾ ഏതാ? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാണ് ഉണർവ് പ്രാസംഗികനായ പാസ്റ്റർ PM ഫിലിപ്പ് ആണെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസംഗം, ഞാൻ തീയിടാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഇതിനെക്കുറിച്ചാ അദ്ദേഹം പ്രസംഗിച്ചത്. ആത്മനിറവിൽ അത് കേട്ട ദൈവജനം മുഴുവൻ, ആ വലിയ പുരുഷാരം മുഴുവൻ ആത്മനിറവിൽ കർത്താവിനെ മണിക്കൂറുകൾ ആരാധിച്ചു കൊണ്ടിരുന്നു. ഇതാണ് എന്റെ രണ്ടാമത്തെ ആത്മീയ അനുഭവം. ഇത് കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് എന്റേത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ 8 മക്കളും അതിൽ ഞാൻ മാത്രമാണും മാതാപിതാക്കളും. വളരെ ബുദ്ധിമുട്ട്. എന്റെ ഫാദർ ഒരു പഴയ ടൈലറായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടി ജീവിച്ചു വരും അളവിൽ എനിക്കൊരു ജോലി ചവറയിൽ കിട്ടി. ആ ജോലി ഡെയിലി ബേജസ് ആണ്. എനിക്ക് എല്ലാ ദിവസവും വൈകിട്ട് രൂപ തരും. വലിയ ആശ്വാസമായി തീർന്നു. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും അളവിൽ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് ആ കമ്പനിയിൽ വെച്ച് ഇടപെട്ടു. ഞാൻ നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഭാഷ എനിക്ക് പിടികിട്ടിയില്ല. എന്തുവായി ഈ എന്റെ വേല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ജോലി കിട്ടി, സംതൃപ്തനാണ്. അന്നത്തെ ആ കാലത്ത് എനിക്ക് കിട്ടിയ 10 രൂപ ഡെയിലിയാ. 10 രൂപ ഭയങ്കര പൈസയാ. എനിക്ക് വലിയ സന്തോഷമാണ്. ഇനി എന്തുവാ എന്റെ വേല? അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ജോലിക്കായിരിക്കുമെന്ന്. ഈ മദ്രാസിൽ എന്റെ ചില ബന്ധുക്കളുണ്ട്, ഇനി അവര് വല്ലതും എന്നെ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു തരാനാണെന്ന് വിചാരിച്ചു. എന്നാൽ എന്നോട് സംസാരിച്ച് ദൈവശബ്ദം പല പ്രാവശ്യം പല സാഹചര്യത്തിൽ വെച്ച് മറ്റാരും പറയാതെ ദൈവം എന്നോട് സംസാരിച്ചു. എന്നെ ദൈവകൃപയിലേക്ക് കൊണ്ടുപോയ ആളിനോട് ഞാൻ പറഞ്ഞു, എന്റെ ഇതുപോലെ പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി, എന്തുവായി എന്റെ വേല എന്ന് വെച്ചാൽ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തന്നു. കർത്താവിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ബേബി, ഇത് നിന്നെ ദൈവം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുക. ഒരു മനുഷ്യനല്ലല്ലോ, ദൈവം തന്നെ നേരിട്ട് വിളിച്ചതാണല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യണം, അതിനോട് വിളിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു, എവിടെങ്കിലും ഞങ്ങളൊരു ബൈബിൾ സ്കൂളിൽ കൊണ്ടാക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവര് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. അതിലൊന്ന് ഇതായിരിക്കും, അതായത് പുസ്തകക്രമം. അതൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വഴിനീളെ നടന്ന് കയ്യിൽ എഴുതി വെച്ച് പഠിച്ചു. കുറെയൊക്കെ പഠിച്ചൊപ്പിച്ചു. ഒത്തിരി തെറ്റുമൊക്കെ വന്നു. അതുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പോയി. റാന്നയിൽ സൗത്ത് ഇന്ത്യൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. ഒത്തിരി ലേറ്റ് ആയിട്ടാ ചെന്ന്. അവിടെ സ്കൂളൊക്കെ തുടങ്ങി 1-2 മാസം കഴിഞ്ഞു. അവിടെ ചെന്ന് ശക്തന്മാരായ 2-3 അഭിഷക്തന്മാർ, വിശുദ്ധന്മാർ, ദൈവജനം എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ കോട്ടയത്ത് PM ഫിലിപ്പ് സാർ നടത്തുന്ന ബൈബിൾ കോളേജിൽ പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, പണ്ട് കൊട്ടാരക്കരയിൽ പ്രസംഗിച്ച ആളാണല്ലോ ഇതെന്ന്. കൊട്ടാരക്കര വെച്ച് ഞാൻ ആഗ്രഹിച്ചു, ഈ മനുഷ്യന്റെ അടുത്തൊന്ന് പാൻ പറ്റുമോ, ഇയാളോട് ഒരു വാക്ക് പറയാൻ പറ്റുമോ. എന്നാൽ അദ്ദേഹത്തോടു കൂടെ താമസിക്കുകയും അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയും അദ്ദേഹത്തിന് പോകുന്നിടത്തൊക്കെ എന്നെ കൊണ്ടുപോവുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിന്നീട് വർഷങ്ങളോളം ചെയ്യുവാൻ ദൈവം എനിക്കിടയാക്കി. ആ കാലഘട്ടത്തിൽ വിവിധ സഭകളിൽ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം വിട്ടു. അന്നത്തെ ഞായറാഴ്ച പ്രസംഗമൊക്കെ 2 2.5 മണിക്കൂറൊക്കെയാണ്. അങ്ങനെയൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ പോയി പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതിനുശേഷം ഉടൻ തന്നെ മലബാറിലേക്ക് പോകാനും പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഒരു പാസ്റ്ററോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്കിടയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. പഠിപ്പിക്കാൻ പോയി. ഞാൻ തന്നെ ആ ശുശ്രൂഷ നിർവഹിച്ചു. മലബാറിലെ
മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ആ കാലഘട്ടത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ പരിചയപ്പെടാനും ഒക്കെ ദൈവം എനിക്കിടയാക്കി. അതിനുശേഷം 76-ൽ ഞാൻ അലഹബാദിലേക്ക്, ഉത്തർപ്രദേശിലേക്ക് വന്നു. അവിടെ ഉള്ള നൈരി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ സ്ഥലത്ത് നമുക്കൊരു കൊച്ചു പ്രവർത്തനമുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ പാറ്റ്നയിൽ നിന്നും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാള് ജോലി രാജിവെച്ച് കർത്താവിന്റെ വേലയ്ക്കായിട്ട് അവിടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ കർത്താവിന്റെ വേല ചില വർഷങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് എനിക്ക് മലേറിയ പിടിച്ച് വളരെ അടുപ്പിച്ച് 7 പ്രാവശ്യം മലേറിയ പിടിക്കുകയും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയും നാട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല, ലോക്കൽ സഭയുടെ ശുശ്രൂഷ 27 വർഷങ്ങൾ ചെയ്യുവാൻ എനിക്കിടയായി. അതിനുശേഷം 1-2 IPCയുടെ സെന്ററുകളിൽ സെന്റർ ശുശ്രൂഷകനായി സഹകരിച്ചും ഒക്കെ പ്രവർത്തിപ്പാൻ ദൈവം എനിക്കിടയാക്കി. കോവിഡ് കാലഘട്ടത്തിൽ 2000-ൽ അതെല്ലാം വിടേണ്ട സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മറ്റു പൊതുപ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു പോകുന്നു. എന്റെ ഭവനത്തിൽപ്പെട്ട എല്ലാവരും ദൈവഭാഗത്ത് വരികയും ചില സഹോദരിമാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരികയും അവരൊക്കെ കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്യുന്നു. എന്റെ മകനും മകളും ജോലി ചെയ്യുന്നു. മകൻ സുവിശേഷ വേലയും ആ കൂട്ടത്തിൽ ചെയ്തു വരുന്നു. ഞങ്ങൾ വളരെ സംതൃപ്തമായ കുടുംബമാണ്. ഇതാണ് എന്റെ ടെസ്റ്റ് മണിയുടെ ആദ്യത്തെ പാർട്ട്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ഞാൻ കർത്താവിന്റെ വേല ഇങ്ങനെ ചെയ്തു വരും അളവിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഞാനും എൻ്റെ വൈഫും കൂടെ റാന്നിയിൽ ഒരു മീറ്റിങ്ങിന് വൈകിട്ടത്തേക്ക് പോകുകയാണ്. എന്നാൽ അന്ന് പകലിൽ വേറൊരു പരിപാടിയും എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അടൂർ, പത്തനംതിട്ട, റാന്നിയാണ് ഞങ്ങളുടെ റൂട്ടെങ്കിലും തിരുവല്ലായിലോട്ടാണ് പോയത്. അതെന്തിനാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. തിരുവല്ലായിക്കൂടെ പോയപ്പോൾ എൻ്റെ വൈഫിന്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കണമായി. അതിന് പുഷ്പഗിരിയിൽ കയറി ബ്ലഡ് കൊടുത്തു. ഒരു 20 മിനിറ്റ് കൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടേണ്ടതാണെങ്കിലും 2 മണിക്കൂറിൽ അധികം അവിടെ ഇരുന്നിട്ടും ആ റിപ്പോർട്ട് കിട്ടിയില്ല. എനിക്ക് അല്പം കോപവും പ്രയാസവും ഒക്കെ തോന്നി. ആ സമയത്ത് എൻ്റെ വീടിന്റെ അടുത്ത് ഒരു ഡോക്ടർ അവിടെ ജോലി ചെയ്യും. അപ്പൊ വൈഫ് പറഞ്ഞു, നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, അദ്ദേഹത്തെ പോയിന്ന് കാണാം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് എന്നെ നിർബന്ധിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പോകാം. അങ്ങനെ ഞാൻ തന്നെ പോയി കുശലപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരും അളവിൽ എനിക്കുണ്ടായ വളരെ മൈനറായി ചുമ്മാ അങ്ങ് പറഞ്ഞു പോയത് അബദ്ധത്തിൽ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നാളെ അഡ്മിറ്റ് ആകണം, 3 ദിവസത്തേക്ക് വേണം. ഞാൻ ചോദിച്ചു, എന്തിനാ? അദ്ദേഹം പറഞ്ഞു, നാളെ പറയാം. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല നാളെ. വേറെ 2 ദിവസങ്ങൾ മാറി മാറി അദ്ദേഹം പറഞ്ഞു. ആ 2 ദിവസങ്ങൾക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസം ഞാൻ അവിടെ പോയി അഡ്മിറ്റായി. ആ സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പക്ഷെ എൻ്റെ ഹൃദയം പറഞ്ഞു, എനിക്ക് ക്യാൻസർ ഇല്ല, ക്യാൻസർ വരത്തില്ല. നല്ല ആരോഗ്യമുള്ള ശരീരം, നല്ല തടിയുള്ള കൊഴുത്ത എൻ്റെ ബോഡി, ഇതുകൊണ്ടൊന്നും എനിക്ക് ക്യാൻസർ വരത്തില്ലായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ ഇത് കിട്ടിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പരുമല ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഡോക്ടർ സജി ഫിലിപ്പ്. അദ്ദേഹം പെന്തിക്കോസിലെ ഒരു പ്രാസംഗികൻ കൂടാണല്ലോ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പേപ്പറുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെല്ലാൻ. ഞാൻ കായംകുളത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം പേപ്പർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, വളരെ സീരിയസ് ആയ നിലയിൽ ക്യാൻസറാണ്, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ പലപ്പോഴൊക്കെ തമാശ പറയുന്നതായിട്ട് ഞാൻ ചോദിച്ചു, തമാശ ആണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, സീരിയസ് ആയിട്ട് പറയുകയാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം.
അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഒരു ക്യാൻസറിന്റെ ഡോക്ടറാണ്. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചു. താൻ ജോലി ചെയ്യുന്ന കൊല്ലത്തിനടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഈ ഡോക്ടർ സജീവ് ഫിലിപ്പ് എന്നെ പ്രാർത്ഥിച്ച് വീട്ടിലോട്ട് വിട്ടു. തിരിച്ചു വരും അളവിൽ എന്റെ മനസ്സിൽ വന്നു, ഈ പറഞ്ഞ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർ എന്റെ മദറിന്റെ ഒരു സർക്കസിലാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആശുപത്രിയിൽ വരേണ്ട, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ചെല്ലാൻ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്റെ പേപ്പറൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയ ഒരു ക്യാൻസറാണ്. മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ ക്യാൻസറാണ്. 1 ലക്ഷമോ 1.5 ലക്ഷമോ ആളുകളിൽ ഒരാൾക്ക് ബൈ ചാൻസിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ്. അതും സാധാരണഗതിയിൽ പുരുഷന്മാർക്കേ വരൂ, വല്ലപ്പോഴും സ്ത്രീകൾക്കും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആശുപത്രിയിൽ, അവരുടെ ആശുപത്രിയിൽ ഇത് ട്രീറ്റ് ചെയ്യാനുള്ള യാതൊരു സംവിധാനവുമില്ല. എന്നാൽ പറഞ്ഞ ഡോക്ടർ വളരെ പ്രഗത്ഭനാണ്. പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അദ്ദേഹം ഇവിടെ വരൂ. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ എറണാകുളത്തുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അവിടെ ട്രീറ്റ് ചെയ്യണം. പക്ഷെ ഒരു അപ്പോയിന്റ്മെന്റിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് റെഫറൻസ് ലെറ്ററൊക്കെ എഴുതി എന്നെ തന്നു വിട്ടു. ഞാന് വൈകിട്ട് വീട്ടിൽ വന്ന് എറണാകുളത്തുള്ള ആ ഡോക്ടറെ വിളിച്ചു. എന്നോട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, 3 മാസത്തേക്ക് അപ്പോയിന്റ്മെന്റ് എല്ലാം ഫില്ലാണ്. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ എപ്പോഴൊരു അപ്പോയിന്റ്മെന്റ് തരാം എന്ന് പറയാമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി അങ്ങനെ ആയാൽ ഞാൻ ശരിയാകത്തില്ല. അതുകൊണ്ട് ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അവര് പറഞ്ഞു എമർജൻസിയിൽ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന് ആംബുലൻസിലൊക്കെ വരണമല്ലോ. അതെനിക്കൊരു പ്രയാസമായി തോന്നി. പിറ്റേന്ന് രാവിലെ എന്റെ മനസ്സ് പറഞ്ഞു, ദൈവം വഴി തുറക്കും. അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. എറണാകുളത്തേക്ക് യാത്ര തിരിക്കും അളവിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് അവിടെ പരിചയമുള്ള ആശുപത്രിയിലും അല്ലാതെ പല ആളുകളെ ഞാൻ വിളിച്ചു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരുവാൻ. അവരെല്ലാം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ മുൻ മൈനോറിറ്റി കമ്മീഷൻ അംഗമായിരുന്ന ജോൺ ജോസഫ് സാറിനെ ഞാൻ വിളിച്ചു. പരേതനായ പ്രഗത്ഭനായ VT ജോസഫ് അവരുടെ മകനെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നും ഭാരപ്പെടണ്ട, ഇവിടെ എത്തിയാൽ മതി, എല്ലാം ഞങ്ങൾ ക്രമീകരിച്ചോളാം. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ഷാർജയിലുള്ള പാസ്റ്റർ വിൽസൺ ജോസഫ് ആ ഹോസ്പിറ്റലിലെ ഷെയർ ഹോൾഡറാണ്, ഞങ്ങൾ ക്രമീകരിച്ചോളാം എന്ന് പറയുകയും അദ്ദേഹം ഷാർജയിലേക്ക് വിൽസൺ പാസ്റ്ററെ വിളിച്ച് എന്റെ വിവരങ്ങൾ പറഞ്ഞു. പാസ്റ്റർ വിൽസൺ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. എന്നോട് പറഞ്ഞു, അവിടെ ചെന്നാൽ മതി, എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ് ഡോക്ടറുടെ പേഴ്സണൽ നമ്പർ വാങ്ങി എനിക്ക് തന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, പോയി ഫയൽ എടുത്തിട്ട് ഇത്ര നമ്പർ റൂമിൽ വരാൻ, പക്ഷെ നിങ്ങളെ കടത്തിവിടത്തില്ല, അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ പ്രത്യേകം പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഡോക്ടറുടെ റൂമിലെത്തി. അദ്ദേഹം എന്റെ പേപ്പറൊക്കെ പരിശോധിച്ചിട്ട് ഒരു വാക്കുപോലും എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ഫോൺ എടുത്തിട്ട് 3 മാസത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് ഇത്രയും പറഞ്ഞു, ഞാൻ എന്റെ ഒരാളിനെ അങ്ങോട്ട് വിടുന്നു, ഇത്രയും പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്ര റൂം നമ്പറിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ രോഗികളും ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ഒരു 10-400 പേര് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ചെന്ന് അവിടെ ഇരുന്നു, റൂം നമ്പർ നോക്കി, അത് തന്നെ ശരി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റിനകം ഡോക്ടർ തന്നെ ഇറങ്ങി വന്ന് എന്റെ പേര് വിളിച്ചു, എന്നെ അകത്ത് കയറ്റി. ഞാൻ അകത്ത് കയറി. അദ്ദേഹം എന്റെ പേപ്പറെല്ലാം പരിശോധിച്ചു. അതിന് കുറെ സമയമെടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളൊരു പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്റർ. പക്ഷെ സാറിന് ഇത് എങ്ങനെ മനസ്സിലായി? ഞാനൊരു ഹാഫ് കൈ ഷർട്ടും ഒരു മുണ്ടും ഒക്കെ ഉടുത്തിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു, നിങ്ങളൊരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്റർ. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ,
നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് വളരെ സീരിയസും സ്പെഷ്യലുമായ ഒരു ക്യാൻസറാണ്. സാധാരണ മനുഷ്യർക്ക് വരുന്ന ക്യാൻസർ അല്ല. അതുകൊണ്ട് ഇവിടെ ഇത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ചികിത്സിക്കാൻ അറിയത്തില്ല. ഈ ആശുപത്രിയും ഇതിന് പര്യാപ്തമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു റൂം നമ്പർ തെറ്റിപ്പോയതാ, ഇവിടെ അല്ലായിരുന്നു വരേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വേറൊരു ഡോക്ടറെ പരിചയപ്പെടുത്താം, ആ ആളിനെ നിങ്ങളെ കംപ്ലീറ്റ് സൗഖ്യമാക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഉറപ്പിച്ചു റൂം നമ്പർ തെറ്റിപ്പോയി. ഞാൻ അവിടെ പറഞ്ഞു, സോറി ഡോക്ടർ. ഉടനെ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഡോക്ടർ മറ്റാരുമല്ല, അത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ഈ ഡോക്ടറുടെ പേര് കഴിഞ്ഞ് അയാളുടെ ഡിഗ്രി ഒരുപാട് നീളത്തിലാണ്, വിദേശ പല രാജ്യങ്ങളിൽ പഠിച്ച ഒരു ഡോക്ടറാണ്. അപ്പൊ അതിന്റെ എല്ലാം ഡിഗ്രി ഇങ്ങനെ അങ്ങ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുക. അത് ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ എന്നോട് പറയുകയാണ്, എനിക്ക് ഇതിനെ കുറിച്ച് ട്രീറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഇവിടുത്തെ മരുന്നുകളും പര്യാപ്തമല്ല, പക്ഷെ ഞാൻ പറയുന്ന ഈ ഡോക്ടർ കംപ്ലീറ്റ് നിങ്ങളെ സൗഖ്യമാക്കും. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് അദ്ദേഹം എന്നോട് യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, കടലിൻ മീതെ നടന്നത്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, പുരമുകൾ ഇറക്കി വെച്ച രോഗിയെ സൗഖ്യമാക്കിയത്, 38 വർഷം കിടന്ന ആ കുളക്കരയിലെ ആ രോഗിയെ ഇതിങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്കറിയാവുന്നതിനേക്കാൾ യേശു ചെയ്ത അത്ഭുതങ്ങൾ ഇയാൾക്കറിയാമല്ലോ. ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇതൊക്കെ എങ്ങനെ സാറിനറിയാം? അപ്പൊ എന്റെ മനസ്സിൽ ഇയാളെ ഒരു പെന്തിക്കോസുകാരനായിരിക്കും, അങ്ങനെയുള്ള ആളിനെ ഇത് പറയാൻ കഴിയും. പക്ഷെ പേര് നോക്കിയപ്പോൾ ഹൈന്ദവന്റേതാ. ഞാൻ ചോദിച്ചു, സാറേ ഇതൊക്കെ എങ്ങനെ അറിയാം? അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റായി പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ ആളുകൾ എന്നോട് കൂടെ പഠിച്ചിരുന്നു. അവരിൽ ചില എൻ്റെ റൂംമേറ്റേഴ്സായി. അവരന്ന് എന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഞാനത് എൻ്റെ മനസ്സിൽ സ്വീകരിച്ചു, ഉറപ്പിച്ചു. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പേ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടേ വരാം. ഇപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി പ്രായമുണ്ട്. ഇത് പണ്ട് സ്റ്റുഡൻ്റായി പഠിക്കുന്ന കാലത്ത് നടന്ന സംഭവമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്നും യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടേ ടെലസ്കോപ്പ് എടുക്കൂ. ഇന്ന് രാവിലെയും ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടാ വന്നത്. അതുകൊണ്ട് പാസ്റ്ററെ, ഞാന് യേശുവിന് മാത്രമേ അങ്ങേ സൗഖ്യമാക്കാൻ കഴിയൂ. എന്നിട്ട് അദ്ദേഹം രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സഭായോഗം നടത്താൻ അറിയാം. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അന്നേരം എന്നോട് ഞാൻ സ്ഥലം ചോദിച്ചു. സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലം പാലക്കാടിനപ്പുറത്തെ ചിറ്റൂര് വള്ളിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ അവിടെ ഒരു സഭയുണ്ട്, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ആ സഭയിൽ വന്നപ്പോൾ ആ സഭയോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയ വീട് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, അതാണ് എൻ്റെ വീട്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കൊച്ചുനാൾ മുതൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേട്ടു. എനിക്കറിയാം ഒരു സഭായോഗം എങ്ങനെ നടത്തണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതിനാദ്യം ചെയ്യേണ്ടത് ഒരു സർജറിയാണ്, നാളെ തന്നെ അത് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ നാളെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിനുവേണ്ടി റെഡിയായല്ല വന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എഗ്രി ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ എഗ്രി ചെയ്യണം. അദ്ദേഹം പറയുകയാണ്, ഞാൻ അടുത്ത ദിവസം ഫ്രാൻസിന് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുക. അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറോടാണ്. ഞാൻ ഫ്രാൻസിന് പോകാൻ ടിക്കറ്റ് എടുത്തു. നിങ്ങൾ പറഞ്ഞാൽ എഗ്രി ചെയ്താൽ ഞാൻ ടിക്കറ്റ് പോസ്റ്റ്പോൺ ചെയ്തെടുക്കാം. അപ്പം എന്തോ ചെയ്യണമെന്ന് പെട്ടെന്ന് പറയാൻ കുഴങ്ങിയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. ഞാൻ പെട്ടെന്ന് കയറി എഗ്രി ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയി ക്രമീകരണങ്ങളുമായി വന്ന് ഇവിടെ അഡ്മിറ്റ് ആകണം. ഞാന് പെട്ടെന്ന് വീട്ടിൽ വന്നു, ക്രമീകരണങ്ങളുമായി തിരിച്ചവിടെ ചെന്നു.
ഡോക്ടർ തന്നെ എനിക്ക് ഒരു മുറി എടുത്തിട്ടിരുന്നു. അതെല്ലാം ഞാൻ ആദ്യം കണ്ട ഡോക്ടർ എന്റെ ഒരാളിനെ അങ്ങോട്ട് വിടുന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ ചിന്ത, ഈ ഡോക്ടർ മനസ്സിലാക്കി കാണും ആ പ്രധാനപ്പെട്ട ഡോക്ടറുടെ, അയാളാണ് ഹോസ്പിറ്റലിലെ ഫൗണ്ടർ തന്നെ, അദ്ദേഹത്തിന്റെ റിലേഷൻപ്പെട്ട ആളാണെന്ന് തോന്നിക്കാണും എന്നാണ് എന്റെ അന്നും ഇന്നും ഉള്ള ചിന്ത. ഡോക്ടർ തന്നെ എനിക്കൊരു മുറി എടുത്തിട്ടു. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നു. എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാനാ വന്നത്. നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഒരു ബാഗ് ഇടേണ്ടി വരും. ബാഗ് ഇടുന്നു, അതെന്തുവാ ഈ ബാഗ് ഇടുക എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. പിന്നെ അയാൾ പറഞ്ഞു, ഈ റിപ്പോർട്ട് കണ്ടിട്ട് 2 or 3 ബാഗുകൾ ഇടാൻ സാധ്യതയുണ്ട്. അപ്പോഴും എന്തുവാ ഈ ബാഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഒരു പെട്ടിയേ ഉള്ളല്ലോ, ബാഗ് എന്റെ ഇല്ലല്ലോ, പിന്നെന്തുവാ ഇത്? എന്നാൽ അയാൾ എന്നോട് ലാസ്റ്റിൽ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, പ്രാർത്ഥിക്കുക. സർജറി ചെയ്യുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ടാൽ ഈ ബാഗുകൾ ഇടാതെ മാറ്റാം. അപ്പൊ അതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ ഡോക്ടർക്ക് പോയി. ഞാൻ ഒറ്റയ്ക്ക് അന്നേരം റൂമിലുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, ചില വാക്കുകൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് വെളുപ്പിനെ 3:30 മണിക്ക് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി. ദൈവം ഒരത്ഭുതം അവിടെ പ്രവർത്തിച്ചു. 6 നേഴ്സന്മാരെ അവർ ആ തിയേറ്ററിനകത്ത് അന്ന് ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നു. അതിൽ ചിലർക്ക് അന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, അവരെ വിളിച്ചു വരുത്തിയതാ. ഡ്യൂട്ടിയോട് വേറെ ചിലർ വേറെ ഫ്ലോറിലായിരുന്നു, അവരെയും വിളിച്ചു വരുത്തിയതാ. അപ്പൊ ഇവർ 6 പേരും പെന്തിക്കോസുകാരായ ദൈവമക്കളായിരുന്നു. അല്ലാത്തവരായിട്ട് ആരും അവിടെ ഇല്ല. അവർ ഓരോരുത്തരും വന്നപ്പോ പറഞ്ഞു, അയ്യോ നമ്മളെ ഇന്ന് കൊണ്ടുവന്ന്, എന്നെയാണല്ലോ കൊണ്ടുവന്ന്, നിന്നെയാണല്ലോ കൊണ്ടുവന്ന്, ഇന്ന് ദൈവത്തിന് എന്തോ ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവധി ദിവസമായിരുന്നിട്ട് പോലും നമ്മളെ ഇവിടെ സ്പെഷ്യലായിട്ട് വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തിയേറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ 4 നേഴ്സസ് IPCയിലെ 4 പാസ്റ്റർമാരുടെ മക്കളായി, മറ്റു 2 പേര് ചർച്ചകളുകാരും. അവർക്ക് എന്നെ മനസ്സിലായി. അവരെ പുറത്തു നിന്നവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പാസ്റ്ററെ അറിയാം, ഞങ്ങളുടെ ചർച്ചിലും ഞങ്ങളുടെ വീട്ടിലും ഒക്കെ വന്നിട്ടുണ്ട്, ഞങ്ങള് ഈ റിപ്പോർട്ട് കണ്ടു, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സർജറിയാ നടക്കാൻ പോകുന്നത്. പക്ഷേ ഞങ്ങളെ ഇന്നിവിടെ സർജറിക്ക് ഹെൽപ്പ് ചെയ്യാൻ മാത്രമല്ല ദൈവം കൊണ്ടുവന്നത് ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ഞങ്ങൾ 6 പേരും പ്രാർത്ഥിക്കാം, നിശ്ചയമായി പ്രാർത്ഥിക്കും. ഞങ്ങൾ ദൈവം ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. എന്നിട്ട് ഈ സഹോദരിമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. അപ്പൊ ഞാൻ അതൊന്നും അറിയുന്നില്ല. തിയേറ്ററിനകത്ത് കയറുന്നതിന് മുൻപ് അനസ്തേഷ്യ തന്ന ആ നിലയിലാണല്ലോ കഴിച്ചത്. എനിക്ക് അന്ന് 9.5 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ചെയ്തു. ഇതിനിടയിൽ എപ്പോഴും ആകാശം തുറന്ന് ദൈവം ആ തിയേറ്ററിനകത്ത് ഇറങ്ങി വന്ന് സർജറി ചെയ്യുന്ന കർത്താവിനെ വിശ്വസിക്കുന്ന ആ ഡോക്ടറോട് പറഞ്ഞു, ഈ കിടക്കുന്നയാള് നിങ്ങൾ സാധാരണ സർജറി ചെയ്യുന്ന ആളിനെ പോലെയല്ല, എന്റെ ആളാണ്. അതുകൊണ്ട് ബാഗ് ഒന്നും വിടണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. കൃപയാൽ ഒരു ബാഗ് പോലും വിടാതെ 9.5 മണിക്കൂറിന്റെ കഴിഞ്ഞ് എന്റെ സർജറി സക്സസ് ആക്കി തീർത്തു. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്കൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അവന്റെ വിശുദ്ധന്മാരായ ദൈവമക്കൾ സർജറിക്ക് വേണ്ടിയോ അല്ലാതെയോ ഹോസ്പിറ്റൽ മുറിയിലായിരുന്നാലും നമുക്ക് വേണ്ടി ആകാശം തുറന്നിറങ്ങി വരുന്ന ഒരു അപ്പച്ചനെയാ, ഒരു നല്ല ഡോക്ടറെയാ നമ്മൾ സേവിക്കുന്നത് എന്നുള്ളത് ഇന്ന് പകലിൽ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, അടൂർ പത്തനംതിട്ട റാന്നി റൂട്ടിലുള്ള ഞാൻ തിരുവല്ലായിൽ കൂടെ പോയത് എന്താണെന്ന് അന്നും ഇന്നും അറിയത്തില്ല. നമ്മൾ പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്ന നല്ല ദൈവത്തിന് ഞാൻ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യുന്നു. 20 മിനിറ്റ് കൊണ്ട് എന്റെ വൈഫിന്റെ ബ്ലഡ് റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ അത് മേടിച്ചു പോകുമായിരുന്നു
എന്നാൽ ദൈവം അതവിടെ തടഞ്ഞിട്ട് 2 മണിക്കൂറിലധികം അവിടെ ഇരുത്തിയത് കൊണ്ടാണ് എനിക്ക് ഡോക്ടറെ ചുമ്പാവെങ്കിലും പോയി ഒന്ന് കാണുവാൻ ഇടയായി തീർന്നത്. നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളുടെ വഴികൾ എത്ര അഗോചരമാണെന്ന് ഇന്ന് ഈ രാവിലെ സമയം ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലെ സകല ദൈവമക്കളോടും ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും. അത് ഹോസ്പിറ്റലിലാണോ, തിയേറ്ററിലാണോ, വഴിയാത്രയാണോ, എവിടെയാണെങ്കിലും നമ്മളെ കരുതാം എന്ന് പറഞ്ഞ കർത്താവ്, കൈപിടിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ കർത്താവ് കൈവിടാതെ നമ്മെ പരിപാലിക്കുന്നവരാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, അരോമ ടിവിയിൽ ലോകത്തിലുള്ള അനേകം ആളുകൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനു മുൻപ് ഈ അരോമ ടിവിയിലെ ഈ മിനിസ്ട്രിയിൽ ഞാൻ കയറുകയും ഞാനിത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് മുൻപ് പാസ്റ്റർ എം പൗലോസ് എന്ന് പറയുന്ന ആളിന്റെ മരുമകൻ പാസ്റ്റർ തിമക്കർ ഒരു ടെസ്റ്റിമണി പറഞ്ഞിരുന്നു. അന്ന് ഞാനിത് ശ്രദ്ധിച്ചു. അന്നാണ് ഞാനും ഈ പാസ്റ്ററുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ ഇടയായി തീർന്നത്. എനിക്ക് ആ ടെസ്റ്റിമണി വളരെ ആകർഷണീയമായി തോന്നി. ഞാൻ അന്ന് മനസ്സിലാക്കി, ഇത് കുറച്ചാളുകളല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അനേകരെ ഇത് കേൾക്കുന്നുണ്ട്. ഈ ടെസ്റ്റിമണി കർത്താവിനാൽ വരുന്നതാകയാൽ ഇത് അനേക ഹൃദയങ്ങളിൽ ടച്ച് ചെയ്യും. അനേകരവിടെ ദൈവം സംസാരിക്കും. പലര് കർത്താവിനെ കണ്ടുമുട്ടാനും പലർക്ക് കർത്താവിനാലുള്ള വിടുതൽ ലഭിക്കാനും ഒക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുഗ്രഹീതനായ കർത്തൃദാസരെയും ഈ മിനിസ്റ്ററിയെയും ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡാനിയേൽ ജോൺ എന്ന് പറയുന്ന ഈ അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസനെ ഇങ്ങനെ ഒരു മിനിസ്റ്ററി തുടങ്ങുവാൻ സ്വർഗം അവസരം കൊടുത്ത്, ചാൻസ് കൊടുത്ത് ഇത് തുടരുന്നതിൽ ഞാൻ അങ്ങയോടും ഫാമിലിയോടും വളരെ അഭിനന്ദനം അർപ്പിക്കുന്നു. കർത്താവ് ഈ ശുശ്രൂഷ മുഖാന്തരം അനേകം ആളുകളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു പക്ഷേ ചിലരുടെ കാര്യങ്ങൾ നമ്മൾ അറിയില്ലായിരിക്കാം. എന്ന സ്വർഗത്തിൽ പ്രതിഫലത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് ആ കെയർ ഓഫിൽ നമുക്ക് പ്രതിഫലം തരും. അന്ന് നാം അറിയും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അന്ന് അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞ് പുറത്തു വന്നു. അതിഭയങ്കരമായ വേദന ഞാൻ അനുഭവിച്ചു. അതിഭയങ്കരമായ വേദന. അന്ന് എന്തുകൊണ്ടോ ഈ സർജറിക്ക് പെയിൻ കില്ലർ തരത്തില്ലായിരുന്നു. അപ്പോൾ വളരെ നീളത്തിലുള്ള ഈ സർജറി, ഇതിന്റെ വേദന ഞാന് ഇടയ്ക്ക് നോർമലായി കഴിഞ്ഞപ്പോൾ നോക്കി, ഈ അട്ടയുടെ കാലുകൾ ഇരിക്കുന്നത് പോലെ തുന്നി വെച്ചിരിക്കുക. എനിക്കങ്ങ് ഭയങ്കര ഭീതി തോന്നുന്നു. സഹിക്കാൻ വയ്യ, ശ്വാസം വിടാൻ വയ്യ. വളരെ ബുദ്ധിമുട്ടി. ദൈവത്തിന് സ്തോത്രം. ആരെയും എന്റെ മുറിയിൽ കയറ്റത്തിലായിരുന്നു. ആളുകൾ വരുന്നവരെ ഡോറിന്റെ വാതിക്കൽ നിന്ന് കൈയുയർത്തി കാണിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും. അതിഭയങ്കര വേദനയിലൂടെ, ഒട്ടും കുറവില്ലാത്ത വേദനയിലൂടെ ഞാൻ കടന്നു പോകുകയാണ്. ആ ദിവസങ്ങളിൽ ഡോക്ടറിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഫ്രാൻസിന് പോകുകയാണ്, ഞാൻ തിരിച്ചു വരുന്നത് വരെ പാസ്റ്ററുടെ കാണും, ഞാൻ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യും, എന്നെ പോലെയുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നോട് പറഞ്ഞു. അദ്ദേഹം പോയി. ഞാൻ അവിടെ കിടന്നു. ആ ദിവസങ്ങളിൽ ഒന്നിൽ, അതിവേദനയായി കിടക്കുന്ന ദിവസങ്ങളിൽ ഒന്നിൽ, ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ മാത്രമാണ് റൂമിലുള്ളത്. എന്റെ മകനുണ്ടായിരുന്നു, അവൻ പുറത്തോട്ടിറങ്ങി. ഒരു ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരെ എന്നെ കാണാൻ വന്നു. അവര് ഡയറക്റ്റ് ആയിട്ട് വാതുക്കൽ നിൽക്കാതെ മുറിയിലോട്ടം കയറി. അപ്പൊ അയ്യോ കയറില്ലേ എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാൻ വയ്യ. അവരെന്റെ ബെഡിന്റെ അടുത്ത് വന്നു. എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ കരം എന്റെ നെറ്റിയിൽ ഈ ഭാഗത്ത് വെച്ചു.
എന്നെ തൊടാൻ പാടില്ല, എന്തുവായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കണമെന്ന് മനസ്സിലുണ്ട്, ശബ്ദം വരുന്നില്ല. ആ മനുഷ്യൻ എനിക്ക് വേണ്ടി ഒരു 10-20 മിനിറ്റ് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ, ചൂടുള്ള കണ്ണുനീർ എന്റെ മുഖത്ത് വീണു. ഇലക്ട്രിസിറ്റി പവർ പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ദൈവം എന്റെ വേദനയ്ക്ക് മാറ്റം വരുത്തി. പ്രൈസ് ദി ലോർഡ്. അനുഭവിച്ച വലിയ വേദന, ഇപ്പൊ പറഞ്ഞറിയിക്കാനൊക്കാത്ത ആ വലിയ വേദനയ്ക്ക് ഈ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, സാറേ എങ്ങനെ അന്ന് എന്റെ മുറിയിൽ കയറാനും എന്റെ അടുക്കൽ വന്ന് എന്നെ തൊടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയത്? എന്താ അങ്ങനെ ചെയ്തത്? അയാൾ എന്നോട് പറഞ്ഞു, മുറിയിൽ കയറാൻ അനുവാദമില്ലെന്നറിയാം, ദേഹത്ത് ടച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം. പക്ഷേ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഗേറ്റ് കടക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ സംശയിച്ചു, അത് പറ്റത്തില്ലല്ലോ. പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കുമ്പനാട്ട് നിന്ന് പാസ്റ്റർ TS എബ്രഹാമിന്റെ മകളും മരുമകൻ ലഫ്റ്റനന്റ് കേണൽ ലൂക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ ആ പ്രാർത്ഥന ദൈവം എനിക്ക് ആശ്വാസം തന്നു. അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഒരു പാസ്റ്റർ ഒന്നുമല്ല. അദ്ദേഹം മിലിറ്ററിയിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, കൈവച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൂടെ എനിക്ക് സൗഖ്യം തരാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, കൈവച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു ഉത്സാഹം നമുക്ക് തന്നാൽ നാം മടിച്ചു നിൽക്കരുത്, കൈവച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിലൂടെ അത്ഭുതം പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവിന് മടി ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വയസ്സൻ ഒരു ഉണങ്ങിയ കമ്പും കൊണ്ട് ചെങ്കടലിന്റെ കരയ്ക്ക് നിൽക്കുക. ചെങ്കടലിന്റെ മേൽ ഈ ഉണക്കക്കമ്പ് നീട്ടിയിരിക്കുക. ആ കമ്പിന്റെ ബലമല്ല, ആ വയസ്സനായ മനുഷ്യന്റെ ശക്തിയല്ല, അതിന്മേൽ പ്രവർത്തിക്കുന്ന സ്വർഗത്തിന്റെ ശക്തി. ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചെങ്കിൽ ദൈവവൈതലെ, ദൈവം പറഞ്ഞാൽ മടിച്ചു നിൽക്കരുത്. പാസ്റ്ററെ വിളിക്കാമെന്ന് പറയരുത്. കരങ്ങൾ വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ കരത്തിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് 8 മാസത്തോളം കീമോതെറാപ്പിക്ക് ഞാൻ വിധേയനായി. അതിന്റെ വ്യതകൾ, അതിന്റെ പ്രയാസങ്ങൾ, ഞാൻ അനുഭവിച്ച ഭാരങ്ങൾ ഇവിടെ പറഞ്ഞറിയിക്കാൻ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അത്ര മാത്രം ഞാൻ വ്യത അനുഭവിച്ചു. ഓരോ പ്രാവശ്യം കീമോ ചെയ്യുമ്പോഴും എനിക്ക് തോന്നി എന്റെ എല്ലുകൾ ഇല്ല, നഷ്ടപ്പെട്ടു, വെറും മാംസഭിണ്ണമാണ്. എന്റെ കുഞ്ഞുങ്ങൾ എന്നെ എടുത്താണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നത്. എറണാകുളത്ത് നിന്ന് കടമ്പനാട്ടെത്താൻ ഒരു 4.5 മണിക്കൂർ സാധാരണ വേഗതയിൽ. പക്ഷേ ഞാൻ 10-14 മണിക്കൂറുകൾ എടുത്തു. കാരണം എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ വയ്യ, ഇരിക്കുമ്പോൾ കിടക്കണമെന്ന് തോന്നും, കിടക്കാൻ വയ്യ, റോഡിലിറങ്ങി നിൽക്കണമെന്ന് തോന്നും. ഇങ്ങനെ ആവർത്തിച്ച് ഒത്തിരി സമയങ്ങൾ എടുത്തു. 8 മാസം ആ കീമോതെറാപ്പി തുടർന്നു. ഞാൻ അവശനായി, ഞാൻ വളരെ ടയേർഡായി. അതങ്ങോട്ട് തീർന്ന ഉടനെ 27 പ്രാവശ്യം റേഡിയേഷൻ എടുത്തു. ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനവധിയാണ്, വളരെയാണ്. കണ്ണുനീരോടുകൂടെ മാത്രമേ ഇവയെ ഓർക്കാൻ കഴിയൂ. ആ സമയങ്ങളിൽ ഞാന് അങ്ങ് കറുത്തു, കരിക്കട്ട പോലെ കറുത്തു, ശബ്ദമില്ലാതെ ഇരുന്നു. ഭക്ഷണം അതിന്റെ മണം പോലും ഏൽക്കാൻ വയ്യാതെ, ഉറക്കം ഒട്ടുമില്ലായി. അങ്ങനെ ആ സ്ഥിതിയിൽ 1 വർഷം ഞാനായി. ഭക്ഷണമേ കഴിക്കാൻ വേണ്ടി സ്മെല്ല് പോലും ഏൽക്കാൻ വയ്യ, ഉറക്കം ഒട്ടുമില്ല. ഓരോ രാത്രിയും 1000 രാത്രിയായി തോന്നി. അന്ന് ഞാൻ അവിടെ കിടന്നുകൊണ്ട് വിചാരിച്ചു, കർത്താവേ, ഇനി എനിക്ക് സൗഖ്യം വേണ്ട, എനിക്ക് മരിച്ചാൽ മതി. ഞാൻ ഇത്രയും വർഷം ഈ പുസ്തകം എടുത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇനിയും എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ വയ്യ, എന്നെ തിരിച്ചു വിളിക്കണം
എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വീട്ടിലും പറഞ്ഞു, നിങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കേണ്ട, കർത്താവ് എന്നെ തിരിച്ചു വിളിക്കാൻ പ്രാർത്ഥിക്കണം. എന്നാൽ ആ പ്രാർത്ഥന കർത്താവ് തള്ളിക്കളഞ്ഞു, കേട്ടില്ല. എനിക്ക് കർത്താവ് ഒരു സെക്കൻഡ് ലൈഫ് എനിക്ക് തന്നു, രണ്ടാമതൊരു ജീവൻ തന്നു. ഞാന് 70 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ആളല്ല. ഇപ്പോൾ എനിക്കൊരു സെക്കൻഡ് ലൈഫ് കിട്ടിയ ഒരു പുതു മനുഷ്യനാണ് ഞാന്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിനാ എനിക്ക് സെക്കൻഡ് ലൈഫ് തന്നത്? എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? കർത്താവിനോട് പറഞ്ഞു, നീ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. അതിന്റെ ടെസ്റ്റ് മണി ഒത്തിരി പറയാനുണ്ട്. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നത് സന്ദർഭോചിതം പോലെ ഞാൻ പറഞ്ഞുകൊള്ളാം. അങ്ങനെ ഞാന് വളരെ ടയർഡായി ബുദ്ധിമുട്ടായി കിടന്ന കാലത്ത് എന്റെ ലോക്കൽ സഭയുടെ പാസ്റ്റർ സഭയിൽ പറഞ്ഞു, ഇന്നാരെ വളരെ സീരിയസ് ആയി, രക്ഷപ്പെടുന്ന ലക്ഷണമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രമീകരിക്കണം. അദ്ദേഹം തന്നെ ഒരാളിനെ ഏർപ്പെടുത്തി ബെറിയൽ ഗ്രൗണ്ടിൽ ശവക്കോട്ടയിൽ എനിക്കൊരു കല്ലറയുണ്ട്, അവിടെ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടേക്കാൻ ഒരാളിനെ ചുമതലപ്പെടുത്തി. സ്തോത്രം. 2-3 ദിവസമായിട്ടും അയാൾ ഒന്നും അവിടെ ചെയ്തില്ല. പാസ്റ്റർ അയാളെ വിളിച്ചു വഴക്ക് പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞിട്ട് ചെയ്യാൻ എന്ന്. അയാൾ പറഞ്ഞു, പാസ്റ്റർ ഭാരപ്പെടണ്ട, ബേബിച്ചായൻ മരിക്കുമ്പോൾ ഞാനിത് ചെയ്തു കൊള്ളാമെന്ന്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി ആ ബെറിയൽ ഗ്രൗണ്ടിൽ ആ കല്ലറയുടെ അടുക്കൽ ആ പോച്ചയോ പുല്ലോ ചെത്തി വെടിപ്പാക്കുവാൻ കർത്താവ് ഇട വന്നില്ല. വല്ലപ്പോഴൊക്കെ ആ ശവക്കോട്ടയിൽ ഞാൻ പോകാറുണ്ട്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ സ്ഥലത്തേക്ക് നോക്കും. ഒരു പക്ഷേ ജനിച്ച ദിവസവും മരിച്ച ദിവസവും എഴുതി വെച്ച്, എന്റെ പേരും എഴുതി വെച്ച് അവിടെ അവിടെ കാണേണ്ടതായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ എനിക്ക് നിൽക്കാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്റെ ഒരു സ്നേഹിതൻ ഒരാൾ മുകളിലത്തെ നിലയിൽ കിടപ്പുണ്ടായി. ഞാൻ 3-ാമത്തെ നിലയിൽ, അദ്ദേഹം 6-ാമത്തെ നിലയിൽ. അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നവരോടൊക്കെ അദ്ദേഹം പറയും, എന്നെ കാണാൻ വരട്ടെ, ബേബി കടമ്പനാടിനെ പോയി കാണാൻ. അദ്ദേഹത്തെ ലാസ്റ്റ് നിമിഷങ്ങളാണ്. അങ്ങനെ ആളുകളെ ഒത്തിരി കാണാൻ വന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ സൗഖ്യത്തോടെ തിരിച്ചു വന്നു. ആ മനുഷ്യൻ സൗഖ്യത്തോടെ വന്നില്ല, പെട്ടിക്കകത്ത് വരേണ്ടി വന്നു, അദ്ദേഹത്തെ അടക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശുപത്രിയിൽ കിടന്ന കാലത്ത് എന്നെ കാണാൻ ഈ ഭാഗത്തു നിന്ന് കുറച്ച് ആളുകൾ വന്നു. ഒരു വലിയ വണ്ടിയിൽ വന്നു. അവര് വണ്ടിയിൽ വന്നപ്പോൾ ചേർത്തല വെച്ച് ഒരു വാൻ വരുന്നത് കണ്ടു. അതിനകത്ത് അവർ ഒട്ടിച്ചേക്കുന്ന കണ്ടു, ബേബിന്ന് ആദരാഞ്ജലികൾ, ബേബി. അപ്പൊ അവര് പറഞ്ഞു, ഇത് നമ്മുടെ പാസ്റ്റർ ബേബി കടമ്പനാട് മരിച്ചുപോയി, ആംബുലൻസ് താണ്ട പോകുന്നു. അവര് വണ്ടി തിരിച്ചു വിട്ടു. ചേർത്തല കഴിഞ്ഞപ്പോൾ അവർ ആംബുലൻസിന്റെ അടുത്തെത്തി. നോക്കിയപ്പോൾ ബേബിന്നേ ഉള്ളൂ, ബേബി കടമ്പനാടില്ല. അവരവിടെ വണ്ടി നിർത്തി. എറണാകുളത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ആള് മരിച്ചിട്ടില്ല, പക്ഷെ ആ സമയത്തോട് അടുക്കുകയാണെന്ന് പറഞ്ഞു. അവര് വണ്ടി തിരിച്ച് വിട്ടു. സ്തോത്രം. അവരെന്നെ വന്നു കണ്ടു. ദൈവകൃപയാൽ ഞാൻ ആ വഴിക്കൂടെ ആംബുലൻസിലല്ലെങ്കിലും എത്രയോ പ്രാവശ്യം ട്രെയിനിലും വണ്ടിയിലുമൊക്കെയായി യാത്ര ചെയ്തു. ദൈവം എന്നെ ഇന്നും ജീവനോടെ നിർത്തിയിരിക്കുന്നു. എനിക്ക് ആ സമയത്ത് ഒരു പെൻസ്കാനെ കുറിച്ച് കേട്ടു. പെൻസ്കാൻ, അന്ന് നമ്മുടെ കേരളത്തിൽ പെൻസ്കാൻ അധികമില്ല. തിരുവനന്തപുരത്ത് ഒരിടത്തും, എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലും തൃശൂർ അമലിലുമേ ഉള്ളൂ. അമൃതയിലും തിരുവനന്തപുരത്തും എനിക്കൊരു അവസരം കിട്ടിയില്ല. ഡോക്ടർ തന്നെ തൃശൂർ അമലയിൽ എനിക്ക് വിളിച്ചൊരു പെസ്കാൻ ചെയ്യാൻ സാഹചര്യം ഒരുക്കി. ഞാൻ പെസ്കാൻ ചെയ്തു.
ഇന്നത്തെ സ്പെസ്കാനല്ല, ഇത് 2012 കാര്യമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാകും. കമ്പി പഴിപ്പിച്ച് ശരീരത്തിൽ കുത്തിയിറക്കുന്ന ഒരു അനുഭവം. കമ്പി പഴിപ്പിച്ച്, അതിഭയങ്കരമായി പഴിപ്പിച്ച് ശരീരത്തിൽ കുത്തിയിറക്കുന്ന ഒരു അനുഭവം. അതും 45 മിനിറ്റ് അനങ്ങാതെ കിടക്കണം. നമ്മൾ കിടക്കുകയല്ല, അവര് നമ്മളെ ബെൽറ്റ് ഇട്ട് മുറുക്കി, പാദം മുതൽ തല വരെ ബെൽറ്റ് ഇട്ട് മുറുക്കി അങ്ങനെ കിടക്കണം. അതൊരു ഭയങ്കര സംഭവമാണ്. എനിക്കിപ്പോൾ ഓർക്കാൻ പോലും വയ്യ. ഇപ്പോൾ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, വേറെ മോഡേൺ രീതിയാണ്. അതിട്ടപ്പോൾ റിസൾട്ട് കിട്ടി. എന്റെ ലിവർ മുഴുവൻ ഹോളായി പോയി, ജീവിച്ചിരിക്കത്തില്ലെന്ന്. ഞാൻ ആ റിപ്പോർട്ട് കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ റിപ്പോർട്ടിനകത്ത് എന്തോ തെറ്റുണ്ട്, ഇത് ശരിയല്ല, എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം രണ്ടാമത് അമൃതയിൽ അദ്ദേഹം തന്നെ വിളിച്ച് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അവിടെ രണ്ടാമതും എനിക്ക് പെർസ്കാൻ ചെയ്തു. അവിടെ വെച്ച് റിപ്പോർട്ട് കിട്ടി. ആദ്യത്തെ റിപ്പോർട്ട് തെറ്റായിരുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന റിപ്പോർട്ട് കിട്ടി. ആദ്യത്തത് റോങ് ആയിപ്പോയി, എന്തുകൊണ്ടോ. രണ്ടാമത് എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് റിപ്പോർട്ട് കിട്ടി. എനിക്ക് സ്പെഷ്യൽ ക്യാൻസർ ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ഒരു സ്കാൻ ചെയ്യേണ്ടി വന്നു. ഡോക്ടേഴ്സിന് സംശയമുണ്ട്, അതുകൊണ്ട് അവർ വലിയ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ ഡിസംബറിൽ ചെയ്തു. ഞാൻ ആവശ്യപ്പെട്ടു ഒരു സ്കാൻ ചെയ്യാൻ, അതുകൂടെ ചെയ്തു. ദൈവകൃപയാൽ റിപ്പോർട്ട് കിട്ടി, ഒരു കുഴപ്പവുമില്ല. ഞാൻ പറയട്ടെ, ഇത്രയും പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് ക്യാൻസർ ഇപ്പോൾ ഒട്ടുമില്ല, വളരെ ആരോഗ്യവാനായിരിക്കുന്നു. എത്രയോ രോഗികളെ, ക്യാൻസർ വന്നവരെയൊക്കെ ഞാൻ പിന്നീട് കണ്ടു. അവരുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തി. അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഞാൻ പങ്കെടുത്തു. ഇന്നലെ രാത്രിയിലും രണ്ടാമത് ക്യാൻസർ വന്ന ഒരാളിനെ പോയി കണ്ടു പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹാകൃപയാ എനിക്ക് ക്യാൻസർ ഇല്ലാതെ ആരോഗ്യത്തോടെ കർത്താവിനെ സേവിക്കാൻ ദൈവം എനിക്ക് കൃപ തന്ന് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ എനിക്ക് എത്ര ദൂരം വണ്ടി ഓടിക്കുന്നതിനും എത്ര നേരം നിന്ന് പ്രസംഗിക്കുന്നതിനും ഒക്കെ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. ഒരു ഡ്രൈവർ ഇല്ലാതെ സ്വയമായി വണ്ടി ഓടിച്ച് ഈ കഴിഞ്ഞ ദിവസം കുമ്മളി, കമ്പം, തേനി, മധുര വരെ പോകാൻ പല പ്രാവശ്യം ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തമിഴ്നാട്ടിൽ ചിലടത്തൊക്കെ വണ്ടി ഓടിച്ച് സ്വയമായി പോകാൻ ദൈവം എനിക്ക് ബലം നൽകി, എനിക്ക് ആരോഗ്യം നൽകി. സകല മഹത്വവും കർത്താവിന് ഞാൻ അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞല്ലോ, ഞാൻ സെക്കൻഡ് ലൈഫ് എന്തിനാന്ന് ചോദിച്ചപ്പോൾ നീ നിന്നാൽ മതി, ഞാൻ പ്രവർത്തിച്ചോളാമെന്ന് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഒരുത്തനെ തൊടാൻ തീരുമാനിച്ചാൽ ഞാൻ കൂടെ ചെന്ന്, അല്ലെങ്കിൽ നമ്മളും കൂടെ ചെന്ന് ആ കർത്താവ് തൊട്ട ആളിന്റെ തലമേൽ നമ്മൾ തൊടണ്ട. കർത്താവ് പറയും, ഞാൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ആരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറില്ല. എന്നാൽ എന്റെ ടെസ്റ്റ് മണി കേട്ടിട്ട് അവര് വിശ്വസിച്ച് അവര് സ്വയം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമായ അനേക സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായി ദൈവം വിടുവിക്കുന്നവനാണ്. ഞാന് നല്ല ഹോസ്പിറ്റലിൽ പോകാനിടയായി. നല്ല ഡോക്ടറും നല്ല ട്രീറ്റ്മെന്റും കിട്ടി. പക്ഷെ ഞാൻ സൗഖ്യമായത് അതുകൊണ്ടല്ല. എനിക്ക് വേണ്ടി അനേക ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ സന്ദർശിച്ചിട്ടുള്ള സഭകൾ, എന്നെ കേട്ടിട്ടുള്ള ആളുകൾ, നന്നായി അറിയാവുന്ന ആളുകൾ, അതിലൊക്കെ ഉപരി എൻ്റെ നാട്ടിലെ വിവിധ സഭക്കാർ, എൻ്റെ നാട്ടിലുള്ള വിവിധ സഭക്കാർ ഓരോ ദിവസവും അവരുടെ സഭയുടെ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ നടത്തി. ഒരു ദിവസം അസംബ്ലീസ് ഓഫ് ഗോഡ്, ഒരു ദിവസം ചർച്ച് ഓഫ് ഗോഡ്, ഒരു ദിവസം IPC, ഒരു ദിവസം ഷാരോൺ. ഇങ്ങനെ സഭകളുടെ പ്രാർത്ഥന മാറി മാറി നടത്തി.
ദൈവകൃപയാൽ ആ പ്രാർത്ഥനകൾ കൊണ്ടാണ് എനിക്ക് ദൈവം സൗഖ്യം തന്നത്. ദൈവം എന്നെ വിടുവിച്ചത് മരുന്നുകൊണ്ടല്ല, ഡോക്ടറുടെ കഴിവല്ല, സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചത് കൊണ്ടാണ്. അന്ന് എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു, ആരും മുറിയിൽ കയറരുത്, ആരും കൈ കൊടുക്കാൻ ശ്രമിക്കരുത്, സംസാരിക്കാൻ ശ്രമിക്കരുതെന്ന്. ആ ബോർഡ് 1 വർഷം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കും അളവിൽ അമേരിക്കയിൽ നിന്ന് വളരെ പ്രായമുള്ളൊരു പാസ്റ്റർ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അദ്ദേഹം ആ ഹോളിൽ കയറി, ഞാൻ ഹോളിന്റെ മറ്റൊരറ്റത്തിരുന്നു. ലാസ്റ്റിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു പോകാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി ഓടിച്ചോണ്ട് വന്നതും വേറൊരു പാസ്റ്ററാണ്. അദ്ദേഹം പെട്ടെന്ന് എന്റെ അടുത്ത് വന്ന് 2 കൈയും 2 ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ അടുത്ത ആഴ്ച സഭായോഗത്തിന് പോകണം. എനിക്കത് ഭയമായി തോന്നി. 1 വർഷം കൊണ്ട് പോകാതിരിക്കുക, ജനലിന്റെ അടുത്ത് കിടക്കുന്നുണ്ട്, ഈ റോഡിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയ്ക്ക് പോകുന്നത് കാണുമ്പോൾ ആവേശം കൂടും. പക്ഷെ പറ്റത്തില്ല. ഇദ്ദേഹം എന്റെ ഷോൾഡർ പിടിച്ച് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാം, ഞായറാഴ്ച വരെ പ്രാർത്ഥിക്കാം, പാസ്റ്റർ അടുത്ത ആഴ്ച സഭായോഗത്തിന് പോകും. ഞാൻ പറഞ്ഞു, ഒക്കത്തില്ലല്ലോ. അയാൾ പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കും. അദ്ദേഹം പോയി. തിങ്കൾ ചൊവ്വ ബുധനായി എന്റെ മനസ്സ് ഇത് തന്നെ പറയുക. ഞാൻ ഞങ്ങളുടെ ലോക്കൽ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്റർ എനിക്ക് ആരാധനയ്ക്ക് വരണമെന്നുണ്ട്. പാസ്റ്റർ പറഞ്ഞു വാ. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇരിക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല, എനിക്ക് കിടക്കാൻ ഒരു കിടക്ക ശരിയാക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ശരിയാക്കിക്കോളാം, വന്നാൽ മതി. കൃപയാൽ ഞാൻ ആരാധനയ്ക്ക് പോയി. 3 മണിക്കൂർ കിടന്നില്ല, അവിടെ ഇരിക്കേണ്ടി വന്നു. എഴുന്നേറ്റ് 2-3 മിനിറ്റ് കർത്താവ് എന്നെ വിടുവിച്ച കാര്യം പറഞ്ഞിരുന്നു. അന്ന് മുതൽ ഇന്നുവരെ ഞാൻ കിടക്കാതെ കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ, പോകുവാൻ, വളരെ യാത്ര ചെയ്യാനൊക്കെ ദൈവം എനിക്ക് കൃപ നൽകി. ക്യാൻസറിൽ നിന്ന് എന്നെ കംപ്ലീറ്റ് ദൈവം വിടുവിച്ചു. ക്യാൻസർ ഇല്ലാത്തവനാ ഞാൻ ഇന്ന്. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കീമോയും റേഡിയേഷനും ചെയ്തത് കൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്കുണ്ട്. എനിക്ക് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരിടത്ത് ചെന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസമാണ്. പ്രസംഗിക്കുന്ന സമയത്ത് മാത്രമേ എഴുന്നേറ്റ് നിൽക്കൂ. ഈ വർഷിപ്പും ഒക്കെ നടക്കുമ്പോൾ ഞാൻ ഇരിക്കത്തേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ക്യാൻസർ ഒട്ടുമില്ലാതെ കർത്താവിനെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യന്താപേക്ഷിതമായി അമേരിക്കയിൽ ഒന്ന് പോകണമായിരുന്നു. ഞാനിങ്ങനെ അമേരിക്കയിൽ പോയി. സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ദൂരയാത്ര ചെയ്ത് പോകാൻ തീരുമാനിച്ചു. ബോംബെ, ലണ്ടൻ വഴി ഒക്കെ ന്യൂയോർക്കിലെത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആകുമ്പോൾ ടിക്കറ്റിന്റെ എക്സ്പെൻസ് ശകലം കുറവുണ്ട്. ഞാന് 11 മണിക്കൂർ ബോംബെയിൽ ഇരുന്നു, 6 മണിക്കൂർ ലണ്ടനിൽ ഇരുന്നു. അത് കഴിഞ്ഞ് ന്യൂയോർക്കിൽ ചെന്നു. ന്യൂയോർക്കിൽ എന്നെ പിക്ക് ചെയ്യാൻ ഒരു പാസ്റ്ററാണ് വന്നത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവശനായി തീർന്നു. എനിക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും വയ്യാത്ത പോലെയാണ്, ഒന്നും കഴിക്കാൻ വയ്യാതെയാണ്. പിറ്റേന്ന് രാവിലെ എന്റെ ഷുഗർ പരിശോധിച്ചപ്പോൾ 560 കണ്ടു. പെട്ടെന്ന് എന്നെ എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ അവര് IV ഇട്ട് ഷുഗർ 180 വിട്ടു. പക്ഷെ എന്റെ പ്രയാസങ്ങൾ മാറിയില്ല. അവിടെ എന്റെ മദർ അവിടെ വേറൊരു സ്ഥലത്തുണ്ട്. എന്നോട് പറഞ്ഞു, അങ്ങോട്ട് ചെല്ല്, എന്റെ മദറിന്റെ ഇൻസുലിൻ ഇരിപ്പുണ്ട്, അത് ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. 3 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യണം. എന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 3 ആഴ്ച ഞാന് ഇൻസുലിൻ ചെയ്തു. എന്നിട്ടും എന്റെ പ്രയാസങ്ങൾ കുറഞ്ഞില്ല. അന്ന് എന്റെ ഇളയ സഹോദരിക്ക് തോന്നി, നമ്മുടെ എല്ലാം ബോഡിയിൽ CPK എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് മസിലിനെ വർക്ക് ചെയ്യിക്കുന്നതാണ്. നമ്മുടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതും
ഈ CPK വർക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരുടെയും ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ അതുണ്ട്. നോർമൽ എന്ന് പറയുന്നത് 100 500 ആകാൻ പാടില്ല. അതും കുഴപ്പമാണ്. 1000 ആയാൽ വളരെ ഡേഞ്ചറാണ്. നമ്മുടെ എല്ലാം ബോഡിയിൽ എപ്പോഴും 200 300 ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്റെ സഹോദരിക്ക് തോന്നി അതൊന്നും പരിശോധിക്കണം. അതവൾ പരിശോധിച്ചപ്പോൾ 100ന്റെ സ്ഥാനത്ത് 7665 കണ്ടു. ക്യാൻസറിനേക്കാൾ അതീവ ഗുരുതരമായി നിലയിൽ ഞാൻ എത്തി. എന്നെ പെട്ടെന്ന് അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു റഷ്യക്കാരൻ ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്യാൻ വന്നത്. അയാളോട് എന്റെ സഹോദരി പറഞ്ഞു ഈ CPK ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അദ്ദേഹം എന്റെ CPK പരിശോധിച്ചു. 7665 കണ്ടു. അയാൾ എന്നെ വിട്ടുമാറി. ഇങ്ങനെ കൂടിയ ഒരു പേഷ്യന്റിനെ ജീവിതത്തിൽ ഒരിക്കൽ അയാൾ കണ്ടിട്ടില്ല. അവിടെ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെയെല്ലാം വിളിച്ചു വരുത്തി എന്റെ കാര്യം പറഞ്ഞു. അതീവ ഗുരുതരമാണ് എന്നവർ പരസ്പരം പറഞ്ഞു. അവരെ ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ 2 സർജറി അവിടെ വെച്ച് നടത്തി. സർജറി നടത്താൻ കാരണം എന്റെ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഞാൻ അവരോട് പറഞ്ഞു. അതിൽ നിന്നായിരിക്കുമെന്ന് വിചാരിച്ച് 2 സർജറി അവിടെ വെച്ച് നടത്തി. കണ്ടില്ല. ഒരുപാട് പ്രാവശ്യം സ്കാൻ ചെയ്തു, MRI ചെയ്തു. അവിടെ ഇതിന്റെ MRI ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രാവശ്യം അത് ചെയ്തു. എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തീർന്നു, സഹിക്കുന്നതിന് അപ്പുറമായി തീർന്നു. പക്ഷേ ഒരു പ്രാവശ്യം പോലും എന്തുകൊണ്ട് ഇത് വന്നു എന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കും അളവിൽ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റിൽ മാത്രമുള്ള 50 സ്റ്റേറ്റ് ഉള്ളതിൽ കാലിഫോർണിയ സ്റ്റേറ്റിൽ മാത്രം ഒരു സ്പെഷ്യൽ ലാബ് ഉണ്ട്. അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല. അമേരിക്കൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ലാബാണ്. ദൈവത്തിന്റെ മഹാകൃപയാൽ ആ ലാബിൽ എന്റെ ബ്ലഡ് പരിശോധിക്കാൻ ദൈവം അവസരമൊരുക്കി. അതിതാണ് ഈ 7665 കൗണ്ട് കാണിച്ച ഈ പേഷ്യന്റ് മരിക്കുന്നില്ല, ഒരു പ്രയാസവും കാണിക്കുന്നില്ല. ഇതെന്തൊരു അത്ഭുതം! റിസർച്ചിന് വേണ്ടി അവർ വിട്ടതാണ്. അതുകൊണ്ടാ വിടാനൊത്തത്. അമേരിക്ക മുഴുവൻ, അമേരിക്കൻ ഡോക്ടേഴ്സ് മുഴുവൻ എന്റെ കാര്യം ചർച്ച ചെയ്തു. ഒരു അത്ഭുത ജീവിയായിട്ട് എന്നെ അവർ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ആ ലാബിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. അതിന്റെ ട്രീറ്റ്മെന്റും അവർ പറഞ്ഞു. അവര് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ആ ട്രീറ്റ്മെന്റ് 5 കോഴ്സാണ് ഒരു ട്രീറ്റ്മെന്റ് എന്ന്. എന്നെ അവര് ട്രീറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞു ഇന്ന പ്രോബ്ലങ്ങൾ ഉണ്ടാകും. അപ്പോൾ എമർജൻസിയുടെ വാതിക്കലാ നിങ്ങൾ കിടക്കുന്നത്, പെട്ടെന്ന് എമർജൻസിയിൽ കയറണം. അവിടെ ഒരു ബെല്ലിരിപ്പുണ്ട്, അത് അമർത്തണം, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആകുമെന്ന് പറഞ്ഞു. പക്ഷേ 5 കോഴ്സും ചെയ്തപ്പോൾ എനിക്കൊരു പ്രയാസവും തോന്നിയില്ല. അത് കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. പിറ്റേന്ന് രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് പ്രോബ്ലം ഉണ്ടായി. എനിക്ക് രാത്രി കഴിച്ചു കൂട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. വെളുപ്പിനെ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ. എന്നെ പെട്ടെന്ന് വീണ്ടും എമർജൻസിയിൽ അഡ്മിറ്റ് ആക്കി. അവർ വീണ്ടും എന്നെ ട്രീറ്റ് ചെയ്തു. എന്നോട് പറഞ്ഞു ഇവിടുന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലോട്ട് വിടും. അതെനിക്ക് ഇച്ചിരി പ്രയാസമായി തോന്നി. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം എനിക്ക് അവിടെ വെച്ച് 7665 കൗണ്ട് 85 തിരിച്ചു വരാൻ കർത്താവ് ഇടയാക്കി. അതീവ ഗുരുതരമായിരുന്ന ആ ക്യാൻസറിനേക്കാൾ ഡേഞ്ചർ ആയിരുന്ന ആ CPK ദൈവം സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തു. ഞാൻ അവിടെ 1 വർഷം അവിടുത്തെ ഹോസ്പിറ്റലിൽ ആയിരുന്നു. 1 വർഷം അവര് ഒരു ഇഞ്ചൻ ഈ പിള്ളേര് സ്കൂളിൽ പോകാൻ പുസ്തകം ബാക്ക് പാക്ക് ചെയ്യുന്നത് പോലെ ഒരു മിഷൻ ഘടിപ്പിച്ചിരുന്നു. 24 മണിക്കൂറും അത് വർക്ക് ചെയ്യണം. 1 സെക്കൻഡ് പോലും മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ ഏതാണ്ട് 1 വർഷം അത് ഘടിപ്പിച്ച് ഇട്ടിരുന്നു. ഹോസ്പിറ്റൽ കഴിഞ്ഞതിന്റെ ബാക്കി ദിവസം അവിടെ വീട്ടിൽ നേഴ്സസ് വന്ന് എല്ലാ ദിവസവും ചെക്ക് ചെയ്യുമായിരുന്നു. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട്
ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. മാത്രമല്ല, ഞാൻ അവിടെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ആദ്യത്തെ ബില്ല് വന്നു $1,00,000. $1,00,000. ഇതിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ, അന്ന് 66 ലക്ഷം രൂപയാണ് എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇതെങ്ങനെ കൊടുക്കും? ഇവിടെ ക്യാൻസറിന് 25 ലക്ഷം രൂപ എക്സ്പെൻസായി. എന്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്താണ് ഈ രണ്ടാമത്തെ ബില്ല് വരുന്നത്, $1,00,000. എനിക്ക് തലവേദന സാധാരണ വരാറില്ല. അന്ന് തലവേദന വന്നു, വളരെ പ്രയാസപ്പെട്ടു. ഞാൻ അങ്ങനെ 1-2 ദിവസം കിടക്കുകയാണ്. വേറെ ആരും എന്റെ റൂമിലില്ല. അതും ഒരു അത്ഭുതമാണ്. സാധാരണ അവിടെ 2 പേഷ്യന്റിനെയാ ഒരു റൂമിലിടുന്നത്. എന്തുകൊണ്ടോ എന്നെ മാത്രം ഒരു റൂമിലിട്ടു. ഒരു ദിവസം ഉച്ചയാകാത്ത സമയത്ത് ഒരു ആഫ്രിക്കക്കാരി, കറുത്ത വർഗക്കാരി എന്റെ റൂമിൽ വന്നു. എന്റെ പേര് വിളിച്ചോണ്ടാ വന്നത്. എന്റെ ഫോൺ നമ്പരും അഡ്രസ്സും ചോദിച്ചു. അവരങ്ങ് തിരിച്ചുപോയി, ഒന്നും പറഞ്ഞില്ല. ഞാന് വൈകിട്ട് എന്റെ വീട്ടുകാരൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ വന്നു, അഡ്രസ്സും പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു. അവരും അന്വേഷിച്ചു, ആരാണെന്ന്. ആരുമല്ല, ഹോസ്പിറ്റലിലെ ജോലിക്കാരല്ലെന്ന് ഡ്രസ് കൊണ്ട് എനിക്ക് മനസ്സിലായി. അവരന്വേഷിച്ചു, പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ ആളുകളുണ്ട്, അതുകൊണ്ട് ആ വിധത്തിലൊക്കെ അന്വേഷിച്ചു. ആരെയും കിട്ടിയില്ല. ഇന്നു വരെയും ആരാണെന്ന് ആർക്കും പിടികിട്ടിയില്ല. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവൺമെന്റിന്, അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു കത്ത് എന്റെ അഡ്രസ്സിൽ വന്നു. അതിനകത്തെ ഡീറ്റെയിൽസ് ഇതായിരുന്നു: നിന്റെ ട്രീറ്റ്മെന്റിന്റെ $1,00,000 ഞങ്ങൾ കൊടുത്തു വീട്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ദൈവത്തെ സ്തുതിച്ചു. $1,00,000 അവർ കൊടുത്തു. വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സെക്കൻഡിലെ കത്ത് കിട്ടി, ഫർദർ എക്സ്പെൻസ് മുഴുവൻ ഞങ്ങൾ വഹിച്ചു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, തുടർന്ന് എനിക്ക് എന്ത് അസുഖം വന്നാലും അതിന്റെ ട്രീറ്റ്മെന്റ് മുഴുവൻ അമേരിക്കൻ ഗവൺമെന്റ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന കണ്ണാടി, ഞാൻ ഇടുന്ന ഷൂ, മറ്റു കാര്യങ്ങളൊക്കെ അവരെനിക്ക് ഫ്രീ ആയി തന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിറകിൽ ഒരു രഹസ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റാന്നി ബൈബിൾ കോളേജിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ലേറ്റായ ചെന്നത്. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യം, യാഗം അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ലേവ്യ പുസ്തകത്തിൽ നിന്നും. ആ കൂട്ടത്തിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യം കർത്താവിന്റെ ദാസന്മാർ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ ചെന്ന സമയത്ത്. അത് ഞാൻ നന്നായി പഠിച്ചു. കഴിഞ്ഞ 51 വർഷമായി എനിക്ക് കിട്ടുന്ന സകല പൈസയുടെയും ദശാംശം കൃത്യമായി ഞാൻ എഴുതിയിട്ട് കൊടുക്കുന്നവരാണ്. ഇന്നലെ വരെ, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ പൈസയ്ക്ക് വരെ ലാസ്റ്റിൽ ഞാൻ ദശാംശം കൃത്യമായി കൊടുക്കും. ഒരു പൈസയും എടുക്കത്തില്ല, അത് കഴിഞ്ഞു കൊടുക്കും. അത് വേറെ കാര്യം. എനിക്ക് ഒരാവശ്യം വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി എനിക്ക് തന്നു. എന്റെ പേർക്കയച്ചു. എത്ര രൂപ വേണമോ എഴുതി എടുത്തുകൊള്ളാൻ. ദൈവത്തിന് സ്തോത്രം. എന്റെ ബുദ്ധിമുട്ടേറിയ, മറ്റാരും സഹായിപ്പാനില്ലാത്ത ആ സംഭവത്തിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ കൊടുത്ത ദശാംശം കർത്താവ് കൂട്ടി നോക്കി. അത് തന്നു, അതിന്റെ പലിശ തന്നു, പലിശയുടെ പലിശ തന്നു. ആവശ്യമുള്ളത് മുഴുവൻ എനിക്ക് തന്ന് എന്നെ നടത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കർത്തവർഗക്കാരി വന്നെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അന്നും വിശ്വസിക്കുന്നു. എന്റെ ടെസ്റ്റ് മണി എവിടെ പറഞ്ഞാലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു കറുത്ത വർഗക്കാരി അല്ലായിരുന്നു, അവരുടെ വേഷമിട്ട ഒരു സ്വർഗീയ ദൂതനായിരുന്നു. ദൈവമക്കളെ, ഞാൻ ദൂതനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ദൂതനോട് സംസാരിച്ചിട്ടുണ്ട്, ദൂതനെ സഹായിച്ചിട്ടുണ്ട്. സ്വർഗമയച്ച ദൂതൻ എത്രയോ പേർക്ക് വേണ്ടി ദൈവം ദൂതനെ അയച്ച്, യാക്കോബിന് വേണ്ടി മരുഭൂമിയിൽ ദൂതനെ അയച്ചവൻ, ദൈവത്തിന് സ്തോത്രം, ഗിദെയോന് വേണ്ടി ദൂതനെ അയച്ചവൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി ദൂതനെ അയച്ചു. ദൂതനെ നേരിട്ട് കാണാൻ ഉള്ളൊരു മഹാഭാഗ്യം ദൈവം എനിക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായി കർത്താവിനെ വഴി നടത്തുന്നു. അത്ഭുതകരമായി
ദൈവം എന്നെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ. 4 പ്രാവശ്യമാണ് മരണത്തിന്റെ വക്കിൽ ഞാൻ എത്തിയത്. ഞാൻ UP-യിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന മരുവളവിൽ അവിടെ ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. സൈക്കിളിലാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു വഴിക്കൂടെ വന്നാൽ എളുപ്പം വരാം, പക്ഷെ ആ വഴി ഡേഞ്ചറാ, കൊള്ളക്കാരും ഒക്കെ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മറ്റതിനെ ഒത്തിരി ദൂരം സൈക്കിളിൽ ഔട്ടണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ സുരക്ഷിതമായി എത്തിക്കണേ. ഞാൻ ആ വഴിക്കൂടെ വന്നു. ഞാൻ ആ വഴിക്കൂടെ വന്നപ്പോൾ എവിടെ വെച്ചോ 2 പേർ എന്റെ സൈക്കിളിന്റെ ഹാൻഡിലിൽ കയറി പിടിച്ചു. ഞാൻ അങ്ങ് അമ്പരന്ന് പോയി, പ്രതീക്ഷിച്ചില്ല. ഹാൻഡിലിൽ കയറി പിടിച്ചു. അതൊരു ഇറക്കം തുടങ്ങുന്ന സമയത്ത് 2, 3, 4 കിലോമീറ്റർ ഇറക്കത്തിന്റെ ദൈർഘ്യം. എനിക്ക് സുബോധം വന്നപ്പോൾ ഇറക്കത്തിന്റെ ഏറ്റവും അവസാനം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരിക്കുന്നു. ഈ 2, 3, 4 കിലോമീറ്റർ സൈക്കിളിൽ എന്നെ ആരിവിടെ എത്തിച്ചു? സൈക്കിളിൽ നിന്ന് ഇറക്കി എന്നെ ആര് മരത്തിന്റെ ചുവട്ടിൽ ഇരുത്തി? ഇന്നും അതറിയത്തില്ല. കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൈക്കിൾ നിയന്ത്രിച്ച് എന്നെ സ്വസ്ഥമായ ഒരു സ്ഥലത്തെത്തി ഇരുത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ ചെറുപ്രായത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ എനിക്കൊരു രോഗം വന്നു. ഞാൻ മരണത്തോളം എത്തി. അന്ന് എന്റെ ഫാദർ ഒരു CSI-കാരനായിരുന്നു. വിവാഹത്തിന് മുമ്പ് CSI-കാർക്കൊരു ചട്ടമുണ്ട്, മരിക്കുമ്പോൾ വെള്ളത്തുണി ഇട്ടു വേണം അടക്കാനെന്ന്. എന്റെ ഫാദർ ഒരു വെള്ള ഉടുപ്പ്, 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വെള്ള ഉടുപ്പ് തയ്ച്ചു വെച്ചിരുന്നു. അതെനിക്ക് ഇടേണ്ടി വന്നില്ല. സ്വർഗം എന്നെ സൗഖ്യമാക്കി. എന്നെ 4 പ്രാവശ്യം വലിയ ആ മരണത്തിന്റെ വക്കിൽ നിന്ന് ദൈവം എന്നെ പിടിച്ചു കയറ്റി. 70 വയസ്സ് കഴിഞ്ഞപ്പോഴും ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം എന്നെ നടത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാനഡയിൽ ഒരാരാധനയിൽ സംബന്ധിക്കുകയായിരുന്നു. IPC-യിലെ പാസ്റ്റർ KC ജോണിന്റെ മകൻ ജെയിംസ് ജോൺ ശുശ്രൂഷിക്കുന്ന ഒരു സഭ, വെള്ളക്കാരും മാത്രം, ഏതാണ്ട് 35ഓളം പ്രായമുള്ളവർ മാത്രമുള്ള ഒരു സഭ. ഞാൻ അവിടെ പ്രസംഗിച്ചു. തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അച്ഛാ, അടുത്ത ഞായറാഴ്ച കൂടെ ഞങ്ങളുടെ സഭയിൽ വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാൻ പോകുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അന്ന് വന്നപ്പോൾ ഏറ്റവും ബാഗിൽ ഒരു റോയിൽ 4 പേരിരുന്നത് കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, കണ്ടു കാണും, ശ്രദ്ധിച്ചില്ല. 4 പേരിരുന്നു. 4 പേരും ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അതിൽ ഒരാളോട് അവിടുത്തെ നിയമം അനുസരിച്ച് മരിക്കുന്ന ദിവസം വരെ പറഞ്ഞിരുന്നു. അവരെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ആ ടെസ്റ്റ് പണി കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇത്രയും വലിയൊരു ക്യാൻസർ നിനക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ദൈവമേ എന്റെ ക്യാൻസർ മാറ്റിക്കൂടാ? ആ സ്ത്രീ പ്രാർത്ഥിച്ചു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്താ കാര്യം? അവർ പറഞ്ഞു, എന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു, വേണ്ട, എല്ലാം കഴിഞ്ഞു, നിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. അവർ പറഞ്ഞല്ല, എന്നെ ചെയ്യണം. ഇവരൊത്തിരി കമ്പൽ ചെയ്തു. ലാസ്റ്റിൽ ഡോക്ടർ അവരെ നിയമപരമല്ലെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ചെന്ന് കമ്പ്യൂട്ടർ ഓണാക്കി ഹിസ്റ്ററി മുഴുവൻ എടുത്തു. ഇവരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ വേറെ ആളാണോ? അവർ പറഞ്ഞു, അല്ല. ഇയാളാണോ നിങ്ങൾ? അതെ. എന്നാൽ നിങ്ങൾക്ക് ക്യാൻസർ ഒട്ടുമില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഇതെന്തൊക്കെ പറ്റി? ഇതെന്തുവാ ഇതിനടത്ത് നടന്നത്? എന്തോ ട്രീറ്റ്മെന്റ് ചെയ്തു? അവർ പറഞ്ഞു, ഒരു ട്രീറ്റ്മെന്റ് ചെയ്തില്ല, ഞാൻ മറ്റൊരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ എന്നെ കംപ്ലീറ്റ് സൗഖ്യമാക്കി. അത് യേശുവാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീക്ക് ദൈവം കംപ്ലീറ്റ് സൗഖ്യം കൊടുത്തു. എന്റെ ടെസ്റ്റ് പണി ഞാന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ എന്നെ ആഫ്രിക്കയിൽ നിന്ന് വിളിച്ചു. എന്റെ ഫോൺ നമ്പർ കണ്ടിട്ട് എന്നെ ആഫ്രിക്കയിൽ നിന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ടെസ്റ്റ് പണി കേട്ടു. എന്റെ ഭർത്താവ് രോഗിയായ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഞാനും 2 കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. എന്നും ആശുപത്രി ചെന്ന് അദ്ദേഹത്തെ കാണാൻ അനുവാദമില്ല. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ പോലും അവസരമില്ല.
ഞാൻ വളരെ ബുദ്ധിമുട്ടുന്നു, ഈ രാജ്യത്ത് സഹായിപ്പാൻ ആരുമില്ല. അന്നേരം എനിക്ക് തോന്നി ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. അന്നേരം തോന്നിയതാ, അത് വേറെ ആരും ചെയ്യണമെന്ന് അന്നേരം എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ഷർട്ട് എടുത്ത് കൈവക്ക്. അദ്ദേഹം കിടക്കുന്ന ആശുപത്രി ഏത് ദിക്കിലാണോ അങ്ങോട്ട് നീട്ടിപ്പിടി. മറ്റേ കൈ നിങ്ങൾ ഉയർത്ത്, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവര് ഫോണിലായിരുന്നു. ആ ഷർട്ട് അവർ ഉയർത്തി, ആ ദിക്കിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, വചനം അയച്ചു. ഞാൻ കടമ്പനാട്ടിലിരുന്നാ പ്രാർത്ഥിച്ചത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആഫ്രിക്കയിൽ എവിടെയോ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ആ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരമായി കിടന്ന ആ രോഗിക്ക് ദൈവം സൗഖ്യം നൽകി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത, എന്റെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട തിരുവനന്തപുരത്തെ രാജകുടുംബത്തിലെ ഒരു സ്ത്രീക്ക് ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുത്ത, വേറെ പലയിടത്തും വെച്ച് വിടുതൽ കൊടുത്ത കാര്യങ്ങൾ നേരിട്ട് കണ്ടത് പറയണമെന്ന് എനിക്കുണ്ട്. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ പേര് മിനിസ്റ്റർ ഓഫ് മിറക്കിൾ എന്നാണ്, അത്ഭുത മന്ത്രി. ഈ അത്ഭുത മന്ത്രി ആരുടെ കാര്യത്തിലും ഏതു കാര്യത്തിലും ഇടപെട്ട് അവർ പരിഹാരം വരുത്തുന്നവരാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളുടെ പ്രോബ്ലം എന്തായിരുന്നാലും, അവൻ പ്രോബ്ലം മേക്ക് ചെയ്യുന്നവനല്ല, പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നവനാണ്. അവന്റെ പേരാണ് മിനിസ്റ്റർ ഓഫ് മിറക്കിൾ, അത്ഭുത മന്ത്രി. അവൻ ഇന്ന് പകലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവത്തിന് സ്തോത്രം, വചനം അയച്ച് അവൻ സൗഖ്യമാക്കും. ഞാൻ വേറൊരു സംഭവം കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഏതാണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് കടമ്പനാടിനടുത്ത് പാസ്റ്റർ KE ഏബ്രഹാം അവറുകൾ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നു. ഒരു ചെറിയ കുന്നിന്റെ മുകളിലാണ് അദ്ദേഹം നിന്ന് പ്രസംഗിക്കുന്നത്. മൈക്കും ഒന്നുമില്ലാത്ത കാലം. അല്പം ദൂരെ എതിർവശത്തൊരു കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സ്ത്രീക്ക് ശരീരത്തിൽ മുഴുവൻ ചൊറി പിടിച്ച്, ഞങ്ങളുടെ നാട്ടിൽ ഭാഷ ചെരങ്ങ് പിടിച്ചെന്നൊക്കെ പറയും. ശരീരം ഈ ചേന ചെത്തി ഇറക്കിയതുപോലെ ശരീരമായി, വസ്ത്രം ഉടുക്കാൻ കഴിയാതെ, ഒരു തോർത്തോ കൈലിയോ ഏതാണ്ട് ആസകലം പുതച്ച് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീ ഇങ്ങനൊരു ശബ്ദം കേട്ടു, ആരോ യേശുവിനെ പ്രസംഗിക്കുന്നു. ആരെന്നറിയത്തില്ല, എവിടാന്നറിയത്തില്ല. പ്രസംഗിക്കുന്ന KE ഏബ്രഹാം സാറ് അറിഞ്ഞില്ല ഇങ്ങനൊരു സ്ത്രീ എവിടെ നിന്നോ ശ്രദ്ധിക്കുന്നെന്ന്. എന്നാൽ ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കും അളവിൽ ദൈവത്തിന് സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ആ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. നമ്മുടെ ഏലീശ പറഞ്ഞിട്ട് ആ വെള്ളത്തിൽ പോയി പൊങ്ങിയ നയമാന് കംപ്ലീറ്റ് സൗഖ്യം കൊടുത്തതുപോലെ ആ സ്ത്രീയുടെ ശരീരം ആദ്യമുള്ളതുപോലെ ആയിത്തീർന്നു. എന്തുകൊണ്ടാ സംഭവിച്ചത്? ഒരാൾ കൈവെക്കണ്ട, ഒരാൾ ശാസിക്കണ്ട. അവന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് അഴിച്ചുവിട്ട സിംഹ കുട്ടിയാണ്. വചനം അയച്ച് സൗഖ്യമാക്കും എന്ന് ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് അത്ഭുതം ചെയ്യുന്നവനാ നമ്മുടെ കർത്താവ്. അവൻ തുടർന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ അത്ഭുതങ്ങൾ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ദൈവമക്കൾ കർത്താവിനോട് പ്രാർത്ഥിക്ക്, അത്ഭുതത്തിന്റെ കരം നീട്ടും. അവൻ നമ്മെ വിടുവിക്കും. അത് പ്രോബ്ലം ഏതുമാകട്ടെ, അത് പരിഹരിപ്പാൻ കഴിയുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നു. കഴിഞ്ഞ 51 വർഷം എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവം എന്നെ സഹായിച്ചു. വളരെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവം എന്നെ സാമ്പത്തികമായി സഹായിച്ചു. രോഗിയായിരുന്നപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് എല്ലാം ഉള്ളവനാക്കി തീർത്തു. ഇന്ന് പകലിൽ പറയട്ടെ, ഈ ദൈവം, നമ്മുടെ ദൈവം ഇന്നും എന്നും അനാദിയായി അവൻ വലിയ ദൈവം. ആ കർത്താവിനെ സേവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അരോമ TVയിലെ സകല ദൈവമക്കൾക്കും എന്റെ വന്ദനം, സ്നേഹം ഒരിക്കലൂടെ പങ്കുവയ്ക്കുന്നു. കർത്താവിന്റെ ദാസൻ ദാനിയേൽ ജോൺ കുടുംബത്തിനും സ്നേഹവന്ദനം അറിയിക്കുന്നു. അവസരം ഒരുക്കി തന്നതിന് നന്ദി അറിയിക്കുന്നു. അരോമ TVയുടെ അനുവാചകർക്ക് എല്ലാ വന്ദനവും ഞാൻ അർപ്പിക്കുന്നു. ഇതിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കട്ടെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. കർത്താവിന്റെ രാജ്യത്തിന് അനേകരെ മുതൽക്കൂട്ടായി തീരട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥന ഈ മിനിസ്ട്രിയോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് കർത്തൃനാമത്തിൽ പ്രസ്താവിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. കർത്താവ് എത്ര നല്ലവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം രുചിച്ചറിയുമ്പോൾ ആ രുചിയുടെ മാധുര്യം, ആമേൻ, നമുക്ക് എത്ര വർണ്ണിച്ചാലും വർണ്ണനാതീതമാണ്. സ്തോത്രം. മധുരത്തിന്റെ മാധുര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. മധുരം 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 എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. അത് വേദപുസ്തകം പറയുന്നു, ആമേ, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമേറിയത്. അപ്പോൾ അത് മധുരം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ മധുരത്തെക്കുറിച്ച് മനസ്സിലാക്കി പറയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും അനുഭവങ്ങളും അറിവുകളും ഒരുപാട് പേർക്കുള്ളപ്പോൾ ആ യേശുവിനെ അനുഭവിച്ചറിയുന്ന, ആ യേശു ആരാണെന്ന്, നമ്മുടെ ദൈവം ആരാണെന്ന് രുചിച്ചറിയുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പരിശോധനാ ഘട്ടങ്ങൾ. രോഗങ്ങൾ, അതിതീവ്രമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം ആരെന്ന് നമുക്ക് വ്യക്തമായി അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഘട്ടങ്ങളാണ്. പ്രിയ കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ ബേബി കടമ്പനാട് അവരുടെ ജീവിതത്തില് ആ ബാല്യം മുതൽ ആ കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ നാൾ മുതൽ ഞാൻ ഓർക്കുകയായിരുന്നു. ആ കുഞ്ഞുനാളില് ആ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യവും വചനവും ഒക്കെ ദൈവദാസന്മാരിലൂടെ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയുവാനുള്ള ഒരു ആഗ്രഹവും വെമ്പലും, തുടർന്ന് കർത്താവിന്റെ വിളിയും തിരഞ്ഞെടുപ്പിനെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നയിക്കപ്പെടുവാനും ഇടയായി തീർന്ന ആ സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി. സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് യേശുവിനെ കുറിച്ച് കേൾവിക്കാരായിരിക്കുവാനല്ല, യേശു കേവലം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന് അറിയുന്നവനായി മാത്രം ഇരിക്കുവാനല്ല, അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവം നമ്മുടെ ഭാഗമായി മാറുമ്പോഴാണ് യേശു നമ്മുടെ ദൈവമായി, യേശു നമ്മുടെ കർത്താവായി, യേശു നമ്മുടേതായി മാറുവാൻ തക്കോടെയായി തീർന്നു. യേശു നമ്മുടേതായി, എന്റേതായി മാറിയ ഒരു അനുഭവമാണ് കർത്താവിന്റെ ദാസനിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. നാം ആ യേശുവിൽ ആയിരിക്കുമ്പോൾ, യേശു നമ്മിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സാമീപ്യം, നമ്മുടെ ശബ്ദം, നമ്മുടെ സാന്നിധ്യം, ആമേൻ, ഒരുപാട് പേർക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവും ആയിത്തീരുവാൻ കൂടെ ആയിത്തീരും. അങ്ങനെയുള്ള ഒരു ജീവിക്കുന്ന സാക്ഷ്യം, ആമേൻ, അങ്ങനെയുള്ള ആ ഒരു ഹൃദയസ്പർശിയായ സ്വാധീന ശക്തിയുള്ളതായ ഒരു സാക്ഷ്യം ആണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അതിനായിട്ട് കർത്താവിന്റെ ദാസൻ കൊടുത്ത വില, ആമേന്, കൊടുത്തതായ ആ അവസരങ്ങൾ, തൻ്റെ ജീവിതം, തൻ്റെ ശരീരം, തൻ്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങൾ കർത്താവിന് പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട, ആമേൻ, ഒരു സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണിടയായി തീർന്നത്. ആമേൻ. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസരുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്ന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ ചില പ്രിയപ്പെട്ടവരെങ്കിലും, ആമേനെ, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്ത് വരുവാനും നിങ്ങളുടെ ജീവിതം കർത്താവിന് മുൻപാകെ ഒന്നുകൂടി താഴ്ത്തി സമർപ്പിക്കുവാനും കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനും ഇടയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, ആമേൻ, ആ ഒരു വിടുതല് ഞങ്ങൾക്ക് കാണുവാൻ, കേൾക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സ്തോത്രം. ആമേനെ. നമ്മൾ ഏത് രാജ്യത്തിരുന്നാലും, ഏത് ദേശത്തിരുന്നാലും, ഏത് സാഹചര്യത്തിരുന്നാലും നമ്മുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നൊന്ന് വിശ്വസിക്കാമോ? നാം എത്ര തെറ്റ് ചെയ്ത ഒരു വ്യക്തിയായാലും, എത്ര കൊടും പാപിയായിരുന്നാലും, ലോകത്ത് മറ്റുള്ളവരുടെ മുൻപാകെ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായാലും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നാലും, ഏത് മതം വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നാലും, പ്രിയ സഹോദര, സഹോദരി, നിന്റെ അവസരം, നിന്റെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന ഈ അമൂല്യമായ നിമിഷങ്ങൾ, ആമേൻ, കർത്താവിന് പ്രവർത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ, വലിയ ദൈവപ്രവൃത്തികളെ കാണുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതിയെ, രോഗിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കടബാധ്യതയിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, രോഗത്തിന്റെ അനുഭവങ്ങളിലൂടെ, ആത്മഹത്യയുടെ വക്കില്, ആമേൻ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെക്കുറിച്ച്, നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ജപ്തി നടപടികളുടെ നടുവിലൂടെ ഭാരത്തോടെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് സന്തോഷം തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു തുള്ളി കണ്ണീരൊഴുക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാട്ടെ. ഒരുപക്ഷെ താങ്കൾ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ, ഒറ്റയ്ക്ക് ഒരു മുറിയില് ആരുടെയും സാന്നിധ്യമില്ലാതെ, ആമേൻ, ആരുടെയും ശ്രദ്ധിക്കപ്പെടാത്ത ഒരനുഭവത്തിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന ആ യേശുവിനെ ഒന്ന് കാണുവാൻ കഴിയുമോ? ആ ദൈവദൂതന്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയാൻ കഴിയുമോ? കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കും, പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. യേശുവേ, ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ അധരം കൊണ്ട് അവൻ ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ യേശുവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിഞ്ഞാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാട്ടെ. അവൻ ഇത്ര നല്ല ഒരു ദൈവം, ഇത്ര സ്നേഹവാനായ ഒരു ദൈവം വേറെ ആരുമില്ല. സ്തോത്രം. ഈ സ്നേഹവാനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി കടമ്പനാട് അവറുകൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേൻ തുടർന്ന് ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇങ്ങനെ ഒരു അവസരം നൽകിയതിനാൽ സ്തോത്രം. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്ക് ശ്രമിപ്പാനിടയാക്കിയതിനാൽ സ്തോത്രം. വിവിധ രാജ്യങ്ങളിലെ, വിവിധ സ്ഥലങ്ങളിലെ, വിവിധ സന്ദർഭങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ശ്രമിച്ച ആളുകളെ ഓരോരുത്തരെയും അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. കൈവിടത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് അവരുടെ വലം കൈയിൽ പിടിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡാനിയൽ ജോൺ അവർ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, ദീർഘവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ തിരുമേനിക്ക് മഹത്വമായിരിക്കാൻ സ്തോത്രം. തുടർന്ന് വിഘ്നം കൂടാതെ ഇത് ചെയ്യുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത കാര്യങ്ങളും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി കടമ്പനാട് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസനുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ക്രിസ്തീയ ജീവിത പങ്കാളി അന്വേഷിക്കുകയാണ്, അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com